ഹരേ കൃഷ്ണ. എന്താണ് മറ്റു വിശേഷങ്ങൾ? ചോദിക്കാനുള്ള സമയമൊന്നും ഇല്ല, ക്ലാസ് എടുക്കാനുള്ള സമയമായി. അപ്പം ശരിയല്ലേ, എല്ലാം ഒരു മഞ്ഞമയം. ഇന്ന് ഭഗവാനും മഞ്ഞ, ഞാനും മഞ്ഞ. അയ്യോ സോറി അമ്മ, സോറി. ഞാൻ 9 മണിക്ക് എടുക്കാൻ വിചാരിച്ചത് അമ്മ, അപ്പോഴേക്കും എനിക്കൊരു അർജന്റ് കോള് വന്നു, അതുകൊണ്ട് അമ്മ കുറച്ച് ലേറ്റ് ആയത്. അമ്മ 9 മണി മുതൽ നോക്കിയിരിക്കുകയാണല്ലേ. സോറി അമ്മ, ക്ഷമിക്കണം. പിന്നെ മറ്റെന്താണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടോ? എല്ലാവരും ഡിന്നറൊക്കെ കഴിച്ചോ? കേരളത്തിൽ മഴ എങ്ങനെയുണ്ട്? പിന്നെ അയ്യോ, എന്താ കന്നഡയോ തെലുങ്കോ? നമുക്കതൊന്നും അറിഞ്ഞൂടാ. ഓം ശ്രീ മാത്രേ നമഃ. ആരാ അത്? ഓം ശ്രീ മാത്രേ നമഃ മാത്രം വന്നിരിക്കുന്നത്. കഴിച്ചു, സൂപ്പർ. മഞ്ജരീസ് കോണ്ടാക്ട് നമ്പർ 9342494941 93 42 49 41. എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മഞ്ജരീസിന്റെ നമ്പറിലേക്ക് മെസ്സേജ് ഇട്ട് തരിക. ഗ്രൂപ്പിൽ ആഡ് ആവാനോ മറ്റെന്തെങ്കിലും ബുക്സോ കാര്യങ്ങളോ whatever എന്താണെങ്കിലും ഒന്ന് മെസ്സേജ് ഇട്ട് തരിക. കഴിഞ്ഞ വർഷമൊക്കെ കർക്കിടകം കഴിഞ്ഞിട്ടാണ് അയച്ചത്. ഈ പ്രാവശ്യം കർക്കിടകത്തിന്റെ മുമ്പേ അയക്കാൻ വേണ്ടിയിട്ട് ഓർഡർ എടുക്കുന്നത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനൊക്കെ ഉള്ളതൊക്കെ മഞ്ജരീസിന്റെ നമ്പറിലേക്ക് അയച്ചു തരിക. മാക്സിമം ക്ലാസ് ഷെയർ ചെയ്യുക. എന്നും പറയുന്നത് പോലെ ഇവിടെ മഴയില്ല, ഇവിടെ ഒരു മഴയില്ല. മഴയുടെ ഒരു തുള്ളി, ഇങ്ങനെ ഒരു ഡ്രോപ്പ് പോലും ഇല്ല. ഈ വർഷത്തെ മഴയൊക്കെ ഞാനിങ്ങനെ നന്നായിട്ട് മിസ് ചെയ്തു. കാസർഗോഡൊക്കെ നല്ല മഴയാണല്ലേ. മഴയുള്ള സ്ഥലങ്ങളിലുള്ളവരൊക്കെ സുരക്ഷിതമായിട്ട് ഇരിക്കുക, സൂക്ഷിക്കുക. നമസ്തേ. അപ്പം അതൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ എന്നും ആസ് യൂഷ്വൽ പറയുന്നത് പോലെ മാതാജി കഴിച്ചിട്ടില്ല. എന്നും പറയുന്നത് പോലെ സൗണ്ട് ഇല്ല, ഇത്രേ സൗണ്ട് ഉള്ളൂ. ഇനി ഞാൻ സൗണ്ട് എടുത്താൽ എന്തോ ചെയ്യും. മാക്സിമം സൗണ്ടിൽ പറയാം. ഓക്കെ, മൈക്ക് ഉണ്ട് നമുക്ക്, പക്ഷെ എന്താണെന്നറിയോ, മൈക്ക് ഒരു എനിക്കൊരു സുഖം തോന്നുന്നില്ല ആ മൈക്ക്. അതുകൊണ്ടാണ് ഞാൻ മൈക്ക് അവോയ്ഡ് ചെയ്തത്. മൈക്ക് ഉണ്ട് നമുക്ക്, നമ്മുടെ ക്ലാസ് എടുക്കാനുള്ള മൈക്ക് ഉണ്ട്, പക്ഷെ എനിക്ക് അങ്ങോട്ടൊരു ഒരു ഒരു സുഖമില്ല ആ മൈക്ക്. അതുകൊണ്ടാണ് കേട്ടോ മൈക്ക് യൂസ് ചെയ്യാത്തത്. നാളെ വിളിച്ചോ നളിനി അമ്മ? എൻ്റെ അടുത്ത് പറഞ്ഞു, ജയന്തി അമ്മയോ പ്രസന്നാമ്മയോ ആരോ പറഞ്ഞു, അമ്മ മെസ്സേജ് ഇട്ടിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ കണ്ടു, അമ്മയുടെ മെസ്സേജ് കണ്ടു, മോൻ്റെ പുറത്തേക്ക് ജോലിക്ക് പോയ കാര്യങ്ങളൊക്കെ. നാളെ അമ്മ വിളിച്ചോളൂ, ഞാൻ സംസാരിക്കും. ഒരു 12 മണിക്ക് ശേഷം വിളിച്ചോളൂ, ഉച്ചയ്ക്ക് ശേഷം കേട്ടോ. നമസ്തേ. പിന്നെ ലാലി മാതാജി, കണ്ണൻ, എന്താണ് വിശേഷം? നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ഞാനിങ്ങനെ കഥ പറഞ്ഞിരിക്കും, ഇതാണ് കുഴപ്പം. ഇന്ന് സുധിയാണ് തുടക്കം ഇട്ടത് മെസ്സേജിന്. ഫസ്റ്റ് കമന്റ് എനിക്ക് സുധിയുടെ ആയിരുന്നു കിട്ടിയത്. നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ കഥ പറഞ്ഞുകൊണ്ടേയിരിക്കും, നമ്മുടെ ക്ലാസ് പോവില്ല. ക്ലാസ് വേണോ കഥ വേണോ? ഇപ്പൊ പറയൂ. കഥ പറയാനായിട്ട് നമുക്കൊരു ദിവസം ലൈവ് എടുക്കാം, പോരെ? ഹരേ കൃഷ്ണ. സൗണ്ട് ഉണ്ട്. ഹെഡ്സെറ്റ് ഇടൂ. സൗണ്ട് ഇല്ലാത്തവര് ഹെഡ്സെറ്റ് ഇട്ടാ മതി, അപ്പൊ കേൾക്കും. പിന്നെ മാക്സിമം ഷെയർ ചെയ്യുക. ക്ലാസ് ഷെയറിങ് വളരെ കുറവാണ്. ഞാൻ ഇവിടെ കിടന്ന് ഇങ്ങനെ സൗണ്ട് എടുത്ത് ഇങ്ങനെ ഒച്ച ഇട്ടിട്ട് എന്താ പ്രയോജനം? ക്ലാസ് ഷെയറിങ് നടക്കുന്നില്ലെങ്കിൽ. ഞാൻ കഴിച്ചില്ല, എനിക്ക് എന്താ പറയാ, ഇങ്ങനെ പൂജയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഓരോരോ കാര്യങ്ങൾ, അപ്പൊ കഴിക്കാൻ സമയം കിട്ടിയില്ല. ഇനിയിപ്പൊ ക്ലാസ് കഴിയട്ടെ എന്ന് ഓർത്തു. കണ്ണൂരിൽ വരാറുണ്ട് ഞാൻ, പറശ്ശിനിക്കടവ് വരാറുണ്ട്. മുത്തപ്പൻ എൻ്റെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ദൈവമാണ്. ഞാൻ അദ്ദേഹത്തെ കാണാൻ വരാറുണ്ട്. രണ്ടും വേണം, ക്ലാസ്സും വേണം, കഥയും വേണം. അദ്ദേഹത്തെ കാണാൻ വരാറുണ്ട്. ഇനിയും വരണം. കുറെ നാളായി കേരളത്തിലേക്ക് വന്നിട്ട്. വരണം. ഗുരുവായൂരപ്പനെ കാണണം, മുത്തപ്പനെ കാണണം, ഒക്കെ വേണം. രണ്ടും വേണം. ഓ, അങ്ങനെയാണല്ലോ നമ്മുടെ ക്ലാസ് പൊതുവെ പോവാറ്. കഥയും കളിയും ചിരിയും തമാശയൊക്കെ ആയിട്ടല്ലേ. രണ്ടും വേണം മാതാജി. യെസ്, നോക്കാം കേട്ടോ. എനിക്ക് അറിഞ്ഞൂടാ. സുനാമി ആരോ പ്രെഡിക്റ്റ് ചെയ്തതല്ലേ സുനാമിയുടേത്? നമ്മുടെ പേജ് തന്നെ നോക്കാൻ എനിക്ക് സമയം കിട്ടുന്നില്ല. അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല്, അവരെന്തോ, ഒന്നാമത് ഞാൻ പ്രഡിക്ഷനിൽ വിശ്വസിക്കുന്നില്ല, അതാണ് കാര്യം. കാരണം എന്താ വെച്ചാല്, എന്താ പറയാ, നമ്മൾ ഭഗവാനെല്ലാം സമർപ്പിച്ച് ജീവിക്കുന്നതല്ലേ. ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ ഇങ്ങനെ പോണോണ്ട് എനിക്ക് അറിഞ്ഞൂടാട്ടോ. അവരെന്തൊക്കെയോ പറഞ്ഞതൊക്കെ നേരത്തെ
സംഭവിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് അതേക്കുറിച്ച് വലിയ അറിവില്ല. നമ്മൾ അറിവില്ലാത്ത കാര്യങ്ങൾ പറയാൻ പാടില്ലല്ലോ. ഞാൻ എന്തായാലും ഒന്ന് നോക്കട്ടെ അവരെന്താ പറഞ്ഞിരിക്കണേന്ന്. വരുവാണേ വരട്ടെ, എന്ത് ചെയ്യാൻ പറ്റും ഇപ്പം. എന്തായാലും ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, ഈ ഭൂമി മൊത്തം ഭഗവാൻ നശിപ്പിക്കും എന്നുള്ളത് ഓൾറെഡി ഭഗവാൻ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. കുറച്ചു കാലം കഴിഞ്ഞ് കലിയുഗം വർദ്ധിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ തന്നെ എല്ലാം കളയുന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ നമ്മൾ ഇനിയിപ്പോ അതേക്കുറിച്ച് ആലോചിച്ച് വിഷമിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ സന്തത സഹചാരിയായിട്ട് മരണം കൂടെയുണ്ട്. അപ്പൊ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, വരുന്ന വരട്ടെ, നമുക്ക് നോക്കാം, ഭഗവാന് സമർപ്പിക്കുക അല്ലേ, അത്രേ ഉള്ളൂ. പിന്നെ മറ്റ് വിശേഷങ്ങളൊന്നും ഇല്ലല്ലോ. എനിക്കിപ്പോഴും എത്ര പേര് ലൈവിൽ വന്നു എന്ന് കാണിക്കുന്നില്ല, 0 എന്നാണ് കാണിക്കുന്നത്. ഇവിടെ നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ആയിരിക്കും, എന്താണെന്നറിയില്ല, കാണിക്കുന്നില്ല. പകുതി മുക്കാലും പേരും കിടന്നുറങ്ങിയിട്ടുണ്ടാവും, ബെഡിലേക്ക് പോയിട്ടുണ്ടാവും. ഷായിച്ചേട്ടൻ കുറെ വിളിച്ചിട്ടുണ്ട്, തിരിച്ചു വിളിക്കണം ഷായിച്ചേട്ടനെ. ലേറ്റ് ആയിപ്പോയി. ഇല്ല, നമ്മൾ തുടങ്ങിയിട്ടില്ല, ക്ലാസ് തുടങ്ങുന്നേ ഉള്ളൂ. 61 അല്ലേ, തുടങ്ങുന്നേ ഉള്ളൂ. 67 പകുതി മുക്കാലും ആൾക്കാർ ഉറക്കം കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ആദ്യം ഉറക്കത്തിൽ വീണിട്ടുണ്ട്. അപ്പോഴാണ് മാതാജി മഹാഭാരതം കൊണ്ട് വന്നിരിക്കുന്നത്. ഇന്ന് ദേവി മഹാത്മ്യല്ല, ഇന്ന് മഹാഭാരതമാണ്. കുറെ നാളായില്ലേ മഹാഭാരതം കേട്ടിട്ട്. ഇപ്പൊ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരാൻ പോകുന്നുണ്ട്. മഹാഭാരതം എവിടെയാണ് എടുത്തു നിർത്തിയത്, ഏത് പർവമാണ്? നോക്കട്ടെ ആർക്കൊക്കെ ഓർമ്മയുണ്ടെന്ന്. ഏത് പർവമാണ് മഹാഭാരതം നമ്മൾ എടുത്തു നിർത്തിയത്? 73 പേര് അല്ലേ? ശാലിനി മാതാജി വേഗം അഡ്വാൻസ്ഡ് ആയിട്ട്. ഇല്ല, എനിക്ക് ഓർമ്മയില്ല, ഞാൻ ഓർക്കുന്നില്ല മാതാജി മഹാഭാരതം എവിടം വരെ എടുത്തു എന്ന്. ഏത് അധ്യായമാണ് എടുത്തു നിർത്തിയത്? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? അയ്യോ സോറി, ജിൻസി മാതാജി വിളിച്ചു, ഞാൻ എടുത്തിരുന്നല്ലേ പൂജയുടെ സമയത്തായതുകൊണ്ട്. പറ, ആർക്കും ഓർമ്മയില്ല? 73 പേര്. ഷൈജു പ്രഭു കണ്ണുരുട്ടിയിട്ട് കാര്യമില്ല, വേഗം പറയും, എവിടെ എടുത്തു നിർത്തി മഹാഭാരതം? സത്യത്തിൽ ഞാനായതുകൊണ്ടല്ലേ നിങ്ങൾ ഇങ്ങനെ കളിക്കുന്നത് അല്ലേ? തീർച്ചയായിട്ടും സിനി മാതാജി പറയുന്നത് ഭഗവാന് വേണ്ടി നമ്മൾ ഭക്തർ ചെയ്യുന്ന സേവനമാണ് ക്ലാസ് ഷെയർ ചെയ്യുന്നത്. അപ്പൊ എത്രയും പെട്ടെന്ന് മാക്സിമം എല്ലാവരും ക്ലാസ് ഷെയർ ചെയ്യാം. സിമി മാതാജി വെയിറ്റ് ചെയ്യൂ, നമുക്ക് നോക്കാം. അനുശാസന പർവം. ലാലി മാതാജി ഭയങ്കര അപ്ഡേറ്റഡ് ആണല്ലോ. ജാനകിയമ്മ ഉറങ്ങിയിട്ടില്ല. ഓക്കെ, സൂപ്പർ. ശാന്തി പർവം അല്ലപ്പ, അനുശാസന പർവം, അതാണ് നമ്മൾ എടുത്തു നിർത്തിയത്. ഓക്കെ, ശാന്തി പർവം ഇല്ല, അതൊക്കെ എവിടൊക്കെ എടുക്കണം. ഞാൻ മിണ്ടൂല. ശാന്തി പർവം ഒക്കെ എപ്പോ എടുത്ത് തീർന്നു. അനുശാസന പർവം, അതിലേക്കാണ് നമ്മൾ എത്തിയത്. അറിയില്ലേ, ഭീഷ്മ പിതാമഹൻ ഇങ്ങനെ ശരശയിൽ കിടക്കുന്നു, യുധിഷ്ഠിരൻ ഇങ്ങനെ കുറെ കാര്യങ്ങൾ, സംശയങ്ങൾ ചോദിക്കുന്നു. അദ്ദേഹം ധർമ്മത്തെക്കുറിച്ചും ദാനത്തെക്കുറിച്ചൊക്കെ ഒരുപാട് പറഞ്ഞു കൊടുക്കുന്നു. ഓർമ്മയില്ലേ ഇതൊന്നും? ഭീഷ്മ പർവം അല്ല, ശാന്തി പർവവും ഭീഷ്മ പർവവും അല്ല, അനുശാസന പർവം. നല്ല ആൾക്കാരെ മഞ്ജരി സർ. ഞാൻ പറയട്ടെ, ഇതിപ്പോ ഞാനായിട്ടല്ലേ നിങ്ങൾ ഇങ്ങനെ കളിക്കുന്നത്. ഏതെങ്കിലും ഒരു ഉയർന്ന ആചാര്യനാണ് ക്ലാസ് എടുക്കുന്നത്, പോട്ടെ ഇസ്കോണിലുള്ള ഏതെങ്കിലും പ്രഭുവിന്റെ ക്ലാസ് ആണെങ്കിൽ ഇങ്ങനെ തമാശ കളിക്കോ? ഇല്ലല്ലോ. അതാണ് ഞാനും അവരും തമ്മിലുള്ള വ്യത്യാസം. അത് കണ്ടോ, അവരൊക്കെ നല്ല പേടിയാ അല്ലേ? ഞാനായതുകൊണ്ട് മാതാജിയല്ലേ, പോട്ടെ സാരല്ല എന്ന ഭാവം അല്ലേ? എനിവേ സാരമില്ല, നമുക്ക് ഇങ്ങനെയൊക്കെ പോയാൽ മതി. കാരണം നമ്മളെല്ലാവരും തുല്യരാണ്. ഞാനും പഠിപ്പിക്കുമ്പോ പഠിക്കുന്നു വിവാഹധർമ്മം. അതാണോ നമ്മൾ ലാസ്റ്റ് എടുത്തത്? വിവാഹധർമ്മത്തെ കുറിച്ച്. ചിന്റെ ലാലി മാതാജി എഴുതി വെക്കുന്നുണ്ടോ ഇനി ക്ലാസ് ഒക്കെ? എനിക്ക് അങ്ങനെ ഒരു തോന്നല്. കറക്റ്റ്, വിവാഹധർമ്മത്തെ കുറിച്ചാണ് നമ്മൾ ലാസ്റ്റ് പഠിച്ചത്. ഓർമ്മ വന്നു. സോ നൈസ്, ഓർമ്മയുണ്ട് ഇപ്പോൾ. ഓ സൂപ്പർ. ഒന്ന് കണക്ട് ചെയ്ത് കിട്ടിയാൽ ഓർമ്മ വരും അല്ലേ? അപ്പൊ എനിവേ എല്ലാവരും സുഖമായിരിക്കുക, സന്തോഷമായിരിക്കുക, ഭഗവാനെ സ്മരിക്കുക, പ്രാർത്ഥിക്കുക. സർവം കൃഷ്ണാർപ്പണമസ്തു. എല്ലാം ഭഗവാനെ തന്നെ സമർപ്പണം ചെയ്യുക. സാധിക്കുമ്പോഴൊക്കെ ഗുരുവായൂർ പോവുക, ജപിക്കുക, വായിക്കുക, നമ്മുടെ ഗുരു പരമ്പരയെ നന്നായിട്ട് സ്മരിക്കുക. ഉള്ളി, വെളുത്തുള്ളി, സവാള ഇതൊന്നും വേണ്ട, ചായ കാപ്പി വേണ്ട, നോൺ വെജ് വേണ്ട, ജപം വേണം. യമനിയമങ്ങൾ പാലിക്കണം. യമനിയമങ്ങൾ പാലിച്ചിട്ടില്ലെങ്കിൽ ആകെ പ്രശ്നമാണ്, നമുക്ക് ഭക്തിയിൽ മുന്നേറാൻ പറ്റൂല. ഓക്കെ,
പെട്ടെന്ന് ദേഷ്യം വരും, പെട്ടെന്ന് നമുക്ക് എന്താ പറയാ ഒരു വയലന്റ് ആവും, നമ്മൾ അപ്സെറ്റ് ആവും. അങ്ങനെ ഒരു സന്ദർഭത്തിൽ ആയാൽ പോലും നമുക്ക് പെട്ടെന്ന് അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ പറ്റിയാലാണ് നമ്മുടെ ലൈഫ് കുറച്ചുകൂടി ഭംഗിയാവുന്നത്. ഓക്കെ, അപ്പൊ അതുപോലെയൊക്കെ ആയിരിക്കണം. അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. മഹാഭാരതത്തില് നമ്മള് അനുശാസന പർവ്വത്തില് നമ്മൾ പഠിക്കാൻ പോകുന്നത് പിതൃസ്വത്തിന്റെ അവകാശം. ഇതാണ് അടുത്ത ചാപ്റ്റർ. എന്താണ് പിതൃസ്വത്ത്? ഇനിയിപ്പൊ നാളെ മാതാജി എല്ലാവരും എനിക്ക് മെസ്സേജ് ഇടും, മാതാജി എന്റെ അച്ഛന് കുറെ സ്വത്ത് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എന്റെ അച്ഛന് സ്ഥലം ഉണ്ടായിരുന്നു മാതാജി, അത് എന്റെ അനിയത്തിക്ക് കൊടുത്തു, ചേട്ടന് കൊടുത്തു, ചേച്ചിക്ക് കൊടുത്തു, പക്ഷെ എനിക്ക് തന്നില്ല. രുക്മ മാതാജി നാളെ വിളിക്കണേ. എനിക്ക് തന്നില്ല. 12 മണിക്ക് ശേഷം കേട്ടോ. കുറേ ഒരു മാസമായിട്ട് രുക്മ മാതാജി എന്നെ വിളിക്കാൻ ശ്രമിക്കാം. മാതാജി വിളിക്കുമ്പോഴൊക്കെ ഞാൻ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും. പാവ എന്നോട് സംസാരിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോ കണ്ടില്ലേ, മഹാഭാരതത്തിൽ വരെ പിതൃസ്വത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്താ മാതാജി എനിക്ക് മാത്രം കിട്ടാത്തത്? ഇതൊക്കെ ആയിരിക്കും എനിക്ക് അടുത്ത മെസ്സേജ് വരാൻ പോണത്. എനിവേ നോക്കാം. നമുക്ക് പിതൃസ്വത്തിന്റെ അവകാശം എന്ന് പറയുന്നത് ധർമ്മപുത്രന്റെ അടുത്ത ചോദ്യം. ഇവിടെ നമ്മുടെ ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മ പിതാമഹനോട് ധർമ്മപുത്രൻ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ് അല്ലെ. ഒരു രാജ്യം എങ്ങനെ ഇരിക്കണം, ഒരു രാജാവ് എങ്ങനെ ഭരിക്കണം, അല്ലെങ്കിൽ വേറെ എങ്ങനെ മനുഷ്യ ജീവിതത്തിൽ വരുന്നതായിരിക്കുന്ന കുറേ സംശയങ്ങളുടെ ചോദ്യങ്ങൾ ഇവിടെ ആര് ചോദിക്കുന്നു? ധർമ്മപുത്രൻ ചോദിക്കുന്നുണ്ട്. ഇത് ആര് പറഞ്ഞിട്ടാണ് ചോദിക്കുന്നത്? കൃഷ്ണൻ പറഞ്ഞിട്ട്. കൃഷ്ണൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ധർമ്മപുത്ര, നിനക്ക് എന്ത് ചോദ്യങ്ങൾ, എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും ശരി, അത് നമ്മുടെ ഭീഷ്മ പിതാമഹനോട് ചോദിക്കാൻ. അദ്ദേഹം നല്ല അറിവുള്ള ഒരു വ്യക്തിയാണ്, അദ്ദേഹത്തോട് ചോദിക്കാൻ പറയുന്നുണ്ട്. ആ ഒരു ഒറ്റ ആൻസറിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ എന്ത് പറയുന്നത്, നമ്മുടെ യുധിഷ്ഠിരൻ വന്നിട്ട് ഭീഷ്മ പിതാമഹനോട് എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ? റെഡി? അപ്പൊ ഇനി പിതൃസ്വത്തിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. അപ്പോ ധർമ്മപുത്രന്റെ അടുത്ത ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛന്റെ സ്വത്തിൽ വിഭിന്ന വർണ്ണങ്ങളിൽപ്പെട്ട മക്കൾക്കുള്ള അവകാശത്തെ പറ്റിയായിരുന്നു. അച്ഛന്റെ സ്വത്തില് മക്കളുടെ വിഭിന്ന വ്യത്യസ്തമായിരിക്കുന്ന വർണ്ണങ്ങളിൽപ്പെട്ട അവർക്കുള്ള സ്വത്തിന്റെ അവകാശത്തെ പറ്റി ചോദിക്കുമ്പോൾ ഭീഷ്മ പിതാമഹൻ പറയുന്നത് എന്താണെന്നറിയാമോ? ഒരു ബ്രാഹ്മണന് 3 വർണ്ണങ്ങളിലും ഭാര്യമാരുണ്ടാവാം. ഒരു ബ്രാഹ്മണനായി ജനിച്ച വ്യക്തിക്ക് 3 വർണ്ണങ്ങളിൽ പോയിട്ട് 4 വർണ്ണങ്ങളുണ്ടല്ലോ നമുക്ക്. ഏതൊക്കെയാണ് 4 വർണ്ണങ്ങൾ? 4 വർണ്ണാശ്രമ ധർമ്മങ്ങൾ ഏതൊക്കെയാണ്? ഈ മഹാഭാരതം തുടങ്ങിയപ്പോൾ മുതൽ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ്. 4 വർണ്ണാശ്രമ ധർമ്മങ്ങൾ ഏതൊക്കെയാണ്? വേണ്ട ടൈപ്പ് ചെയ്തിട്ടെ, ഇല്ലെങ്കിൽ ഇപ്പൊ ക്ലാസ് വൈൻഡപ്പ് ചെയ്യും. 4 വർണ്ണാശ്രമ ധർമ്മങ്ങൾ ഏതൊക്കെയാ? അറിയില്ലേ? ഹരേ കൃഷ്ണ. നമസ്കാരം. 4-5 കൊല്ലായിട്ട് ക്ലാസ് എടുക്കുന്നുണ്ട്. 4 വർണ്ണാശ്രമ ധർമ്മങ്ങൾ ഏതൊക്കെയാണ്? അറിയുന്നത് പറയൂ. ഒരെണ്ണെങ്കിലും അറിയാമെങ്കിൽ ആ ഒരെണ്ണെങ്കിലും ടൈപ്പ് ചെയ്തിട്ട്. ഈ ക്ലാസ് ഒന്നും ആരും കാണണ്ട. ഇസ്കോണിൽ പോലും കാണാതിരിക്കുന്ന ഭേദം. ഗൃഹസ്ഥാശ്രമം 1, സന്യാസം, പിന്നെ അപ്പൊ അതൊക്കെ നീ വീണ്ടും പറഞ്ഞു തരണം അല്ലേ? മനസ്സിലായി. നിക്കട്ടെ, പറഞ്ഞുതരാം. അറിയില്ല. സന്തോഷ് പ്രഭു. സന്യാസം, കണ്ണൻ. ബ്രഹ്മചര്യം, ഗൃഹസ്ഥാശ്രമം, പിന്നെ സന്യാസം, വാനപ്രസ്ഥം. വർണ്ണാശ്രമധർമ്മങ്ങൾ വേദമല്ല. അനൂപൊക്കെ ക്ലാസ് കാണുന്നുണ്ടെങ്കിലും ഇതൊന്നും പറയുന്ന സമയത്ത് അദ്ദേഹം ഒന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട്. അപ്പൊ അവരെ ഒന്നും നമ്മള് ചോദിക്കണ്ട, പാവം, അവരെയൊക്കെ വിട്ടേക്കണം. അവരോടൊന്നും ചോദിക്കണ്ട. അല്ലാണ്ട് 4-5 കൊല്ലമായിട്ട് ഇവിടെ ക്ലാസ് കാണുന്ന സീനിയേഴ്സ് ഉണ്ട്. വാനപ്രസ്ഥം, ഇതൊക്കെ തന്നെ 4 വർണ്ണാശ്രമ ധർമ്മങ്ങളെ കുറിച്ച് നമ്മൾ എത്രയോ തവണ പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പൊ ഒരു ബ്രാഹ്മണന് 4 ബ്രഹ്മചര്യ ആശ്രമം, വാനപ്രസ്ഥം, സന്യാസം, ഗൃഹസ്ഥാശ്രമം, ഇതൊക്കെ തന്നെയാണ് കേട്ടോ. ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒരു ബേസിക് നോളേജ് ആണ്, ഓർത്ത് വെക്കുക. മറന്നുപോയെങ്കിലും സാരമില്ല. അപ്പോ ഒരു ബ്രാഹ്മണന് 3 വർണ്ണങ്ങളിലും ഭാര്യമാരാവാന്ന് പറയുന്നുണ്ട്. ഒരു ബ്രാഹ്മണന് 3 വർണ്ണങ്ങളിലും ഭാര്യമാരുണ്ടാവുന്നതിൽ തെറ്റില്ല.
ബ്രാഹ്മണന്റെ ഭാര്യയെയാണ് ശരിയായ ഭാര്യയായിട്ട് കണക്കാക്കുന്നത്. ഇപ്പൊ ബ്രാഹ്മണ കുലത്തിൽ തന്നെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അദ്ദേഹമാണ് ശരിയായ ഭാര്യ. ആ ഒരു സ്ത്രീ അവരായിരിക്കും ബ്രാഹ്മണന്റെ യഥാർത്ഥ ഭാര്യ. ഓക്കെ. ക്ഷത്രിയനും വൈശ്യനും ദ്വിജന്മാരിൽ പെട്ടതായതുകൊണ്ട് അവർ രണ്ടുപേരും ദ്വിജന്മാരിൽ പെട്ടതായതുകൊണ്ട് ആ രണ്ട് ജാതിയിലുള്ള ഭാര്യമാരെയും ധർമ്മത്തിനനുസരിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. പിന്നെയോ ശൂദ്രൻ, ബ്രാഹ്മണൻ, വൈശ്യൻ, ക്ഷത്രിയൻ, ശൂദ്രൻ. ഓക്കെ. അപ്പോ ഇതില് ശൂദ്രജാതിയിൽ നിന്ന് ഒരു സ്ത്രീയെ സ്വീകരിക്കുന്നുവെങ്കിൽ അവളിൽ ഉണ്ടാവുന്ന മക്കൾക്ക്, ഇപ്പൊ ശൂദ്രജാതിയിൽ നിന്ന് ഒരു സ്ത്രീയെ സ്വീകരിച്ചാല് അവരിൽ ഉണ്ടാവുന്ന മക്കൾക്ക് ബ്രാഹ്മണനായിരിക്കുന്ന അച്ഛന്റെ സ്വത്തില് ഒരു അവകാശവും ഇല്ല. ശൂദ്രന്റെ ജാതിയിൽ പോയിട്ട് ഒരു വിവാഹം ചെയ്തു കഴിഞ്ഞാൽ, അതായത് താഴ്ന്ന ജാതിയിൽ പോയിട്ട് ഒരു വിവാഹം ചെയ്തു കഴിഞ്ഞാൽ അതിലുണ്ടാവുന്ന കുട്ടിക്ക് അച്ഛൻ ബ്രാഹ്മണനാണെങ്കിൽ ബ്രാഹ്മണന്റെ സ്വത്തിൽ ഒരു അവകാശവും ഇല്ല എന്നാ പറയുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, എന്താ മാതാജി ഇതൊക്കെ 2025 ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോന്ന്. ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ജാതിയുടെ വ്യവസ്ഥകളൊക്കെ നിലനിൽക്കുന്നുണ്ട് അല്ലേ? പക്ഷെ ഞാൻ സത്യം പറഞ്ഞാൽ ജാതിയിലും കുലത്തിലൊന്നും വിശ്വസിക്കുന്നില്ല കേട്ടോ. മനുഷ്യനെ മനുഷ്യനായി കാണാൻ സാധിച്ചാല് അത് തന്നെയാണ് ഏറ്റവും നല്ല അടിസ്ഥാനപരമായിരിക്കുന്ന ഒരു ഭക്തി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്കൊരിക്കലും ജാതിയുടെയും മതത്തിന്റെയും പേരിൽ പറഞ്ഞിട്ട് ഒരാളെ മാറ്റി നിർത്തുന്ന ഇഷ്ടമല്ല, ഞാൻ അതിന് സപ്പോർട്ട് ചെയ്യില്ല. എന്നാൽ നമ്മുടെ അനുശാസന പർവ്വത്തിൽ പറയുന്ന രീതിയിൽ ചില അടിസ്ഥാനപരമായ കാര്യങ്ങളുണ്ട്. കാരണം എന്താ അറിയോ, നമ്മുടെ കാരണവന്മാര് അങ്ങനെ ജാതി മതം ഇതൊക്കെ വേർതിരിച്ച് വെച്ചിരിക്കുന്നത് പല അടിസ്ഥാനമുണ്ട്. മനസ്സിലായോ? ഇപ്പം ഒരു ബ്രാഹ്മണനാണെങ്കിൽ, ഇന്നത്തെ കാലത്തെ ബ്രാഹ്മണന്മാര് പലരും നോൺ വെജ് കഴിക്കുന്നവരുണ്ട്. പക്ഷെ ഞാൻ പറയാണ്, ഒരു ബ്രാഹ്മണ കുലത്തിലുള്ള ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെപ്പോഴും നോൺ വെജ് ഒക്കെ മാറ്റി കുറച്ചുകൂടി ഈശ്വരനോട് അടുത്ത് ജീവിക്കാൻ ശ്രമിക്കും ഇല്ലേ? അതേസമയം അത്രയും ഭഗവാനെ അറിയാത്ത, കാരണം നമ്മൾ ജനിക്കുന്ന ആ സാഹചര്യത്തിന് നമ്മളിൽ ഒരുപാട് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? നമ്മൾ വളരുന്ന സാഹചര്യം, നമ്മൾ ജനിച്ച സാഹചര്യം, ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ആ കുലത്തെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. ഞാൻ ഒരു കുലത്തെയും താഴ്ത്തി കിട്ടി പറയുന്നതല്ല. ആ കുലത്തെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും നമ്മുടെ ഒരു എന്താ പറയാ ഒരു ജീവിക്കുന്ന സാഹചര്യം. ആ ജീവിത സാഹചര്യങ്ങളാണ് നമ്മളെ നമ്മളാക്കി മാറ്റുന്നതും നമ്മളിൽ ഒരു അടിസ്ഥാനപരമായിരിക്കുന്ന ഒരു സ്വഭാവ സവിശേഷത ഉണ്ടാക്കുന്നതും. ആ സ്വഭാവത്തിനനുസരിച്ചായിരിക്കും പിന്നീടുള്ള ആ കുലത്തിന്റെ തലമുറകൾ. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് വേറൊരു കുലത്തിൽ നിന്നൊരാൾ കയറി വരുമ്പം അവർ തമ്മിൽ സിങ്ക് ആവാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് അങ്ങനെയുള്ളൊരു ക്ലാഷ് വിവാഹ ജീവിതത്തിൽ നടക്കരുത് എന്ന് നിർബന്ധമുള്ളത് കൊണ്ടാണ് നമ്മുടെ കാരണവന്മാര് കുലത്തിനനുസരിച്ചും ജാതിക്കനുസരിച്ചും നമ്മളോട് വിവാഹം ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? ഇപ്പൊ നമ്മുടെ മക്കളെ ആരെയെങ്കിലും ഉത്തർപ്രദേശിലേക്കോ പഞ്ചാബിലോട്ടൊക്കെ കല്യാണം ചോദിച്ചു വന്നു കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ ഒരു വിഷമം ഉണ്ടാവും. കാരണം എന്താ, അയ്യോ അവിടെ ലാംഗ്വേജ് ഒരു പ്രശ്നം, സാഹചര്യം ഒരു പ്രശ്നം, പിന്നെ ഇത്ര വഴി അകലം, നമ്മൾ ഒരുപാട് ചിന്തിക്കും. അതേസമയം നമ്മുടെ മകനെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് നല്ലൊരു കുടുംബത്തിൽ നിന്ന് വന്നാൽ നമ്മൾ പെട്ടെന്ന് കെട്ടിക്കാൻ തയ്യാറാവും. ആലോചിച്ച് നോക്കൂ, അതെന്തുകൊണ്ടാണ് അങ്ങനെ നാടിനൊരു സംസ്കാരത്തിന്റെ ആ ഒരു ഇത് നമ്മൾ ഈക്വൽ ആയിട്ടുള്ള ഒരു ഇത് നോക്കുന്നത്? എന്താന്ന് ഓർത്ത് കഴിഞ്ഞാല് നമുക്ക് ഒരു എന്താ പറയാ, നമുക്ക് എപ്പോഴും കൺവീനിയന്റ് ആയിരിക്കണം വിവാഹ ജീവിതം എന്ന് പറയുന്നത്. ഇന്നിപ്പോ പല സ്ഥലങ്ങളിലേക്ക് എല്ലാവരും കെട്ടിപ്പോകുന്നുണ്ട്, അത് വേറെ കാര്യം. എങ്കിലും നമ്മൾ എന്താ പറയുന്നത്, നമുക്ക് കൺവീനിയന്റ് ആയിരിക്കുന്ന ഒരു ജീവിതത്തിൽ മാത്രമേ നമുക്ക് നിൽക്കാൻ പറ്റൂ അല്ലെ? അല്ലാണ്ട് നമ്മൾ നിന്ന് കഴിഞ്ഞാൽ അവരുടെ ആചാരാനുഷ്ഠാനങ്ങളും അവരുടെ രീതികൾക്കും അനുസരിച്ച് പോകാൻ സാധിക്കാതെ വരുമ്പോൾ അത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇപ്പൊ നമ്മുടെ നാട്ടില് കല്യാണം കഴിക്കുമ്പോൾ ഒരു മഞ്ഞക്കയറ് കെട്ടിയിട്ട് ആ മഞ്ഞക്കയറ് മാത്രം ഇട്ടുകൊണ്ട് നടക്കുകയാണെങ്കിൽ എന്താ ഉണ്ടാവുക? പല പ്രശ്നങ്ങളുണ്ടാവും. ആൾക്കാർ പറയും, ഇതെന്താ അതൊരു മഞ്ഞ ചരട് കെട്ടിക്കൊണ്ട് നടക്കണം, അത് ശരിയില്ല. ഇതേ നമ്മൾ എനിക്ക് തോന്നുന്നു കർണാടകയിലോട്ടൊക്കെ പോവാണെങ്കിൽ അവരുടെ താലി എന്ന് പറയുന്നത് ബ്ലാക്ക് ആണ് അല്ലെ? അപ്പൊ അത് ഇട്ടുകൊണ്ട് നടക്കുമ്പോൾ അവരുടെ സംസ്കാരം അതാണ്. അവരുടെ ആണോ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലാണെന്ന് തോന്നുന്നുണ്ട്, അവരുടെ സംസ്കാരം അതാണ്. പക്ഷെ നമ്മുടെ നാട്ടിലെ സംസ്കാരം എന്താണ്? ഗോൾഡിന്റെ താലിയാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോ നമുക്കും അവർക്കും തമ്മില് ഒരുപാട് സംസ്കാരങ്ങളുടെ കാര്യത്തിലും ആചാരാനുഷ്ഠാനങ്ങളുടെ കാര്യത്തിലൊക്കെ ഒത്തിരി വ്യത്യാസമുണ്ട്. ഇത് തന്നെയാണ് ഓരോ കുലത്തിലും സംഭവിക്കുന്നത്. ജാതിയുടെ പേരിൽ മനുഷ്യനെ വേർതിരിക്കുന്നതല്ല, ആചാരാനുഷ്ഠാനങ്ങളുടെ പേരിൽ ഒരു പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാനാണ് സ്വന്തം ജാതിയിൽ നിന്ന് സ്വന്തം കുലത്തിൽ നിന്ന് വിവാഹം ചെയ്യണം എന്ന് പറയുന്നത്. കാരണം വിവാഹം എന്ന് പറയുന്നത് രണ്ട് വ്യക്തികളല്ല, രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധമാണ്. ആലോചിച്ച് നോക്കണം. അപ്പൊ ആ ബന്ധത്തിൽ ഒരിക്കലും ഒരു ശിഥിലമായിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മുടെ മതത്തിൽ നിന്ന് നമ്മുടെ കുലത്തിൽ നിന്ന് വിവാഹം ചെയ്താൽ അത് ഈക്വലായിട്ട് പോവും.
അതിലും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നവരുണ്ട്, ഇല്ല എന്നല്ല. എങ്കിലും ഒരു പരിധി വരെ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കത് തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോ അച്ഛന്റെ സ്വത്തിനെ 10 ഭാഗിച്ചിട്ട് അതിൽ ഒരു 4 ഭാഗം എന്ത് ചെയ്യണം, ബ്രാഹ്മണന്റെ ഭാര്യയിൽ ഉണ്ടാവുന്ന മക്കൾക്കും 3 ഭാഗം ക്ഷത്രിയന്റെ ഭാര്യയിൽ ഉണ്ടാവുന്ന മക്കൾക്കും 2 ഭാഗം വൈശ്യന്റെ ഭാര്യയിൽ ഉണ്ടാവുന്ന മക്കൾക്കും അവകാശപ്പെട്ടതാണ്. മനസ്സിലായോ? പിന്നെയോ ബാക്കിയുള്ള ഒരു ഭാഗം വേണമെങ്കിൽ ശൂദ്രന്റെ ഭാര്യയിൽ ഉണ്ടാവുന്ന മക്കൾക്ക് ദയ വിചാരിച്ച് കൊടുക്കാം. മനസ്സിലാവുന്നുണ്ടോ? ദയ വിചാരിച്ചിട്ട് പോട്ടെ പാവല്ലേ എന്ന് കരുതിക്കൊണ്ട് അവർക്ക് കൊടുക്കാൻ പറ്റും. ഇങ്ങനെയാണ് 10 ഭാഗിച്ചിരിക്കുന്ന സ്വത്തിന്റെ ഭാഗക്രമം നടത്തുന്നത്. 3 വർണ്ണങ്ങളിലുള്ള മക്കളെ ബ്രാഹ്മണന്മാരായിട്ട് നമുക്ക് കാണാൻ പറ്റും. ശൂദ്ര സ്ത്രീയിൽ ഉണ്ടാകുന്ന മകനെ ഒരിക്കലും ബ്രാഹ്മണനായിട്ട് കാണാൻ പറ്റില്ല. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. നമ്മൾ കുലത്തിന്റെ പേരിൽ, ഞാൻ വീണ്ടും പറയുന്നു, കുലത്തിന്റെ പേരിൽ ഒരിക്കലും നമ്മൾ മനുഷ്യരെയോ സമൂഹത്തെയോ വേർതിരിക്കുന്നതല്ല. അതിനനുസരിച്ച് സ്വഭാവത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവും. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ, തീർച്ചയായിട്ടും ഉണ്ടാവും. ഉറപ്പായിട്ടും സ്വഭാവത്തിലും രീതികൾക്കും ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും എല്ലാത്തിനും വ്യത്യസ്തതയുണ്ടാവും. അല്ലെങ്കിൽ ഒരിക്കലും മഹാഭാരതം പോലെയുള്ള ഒരു മഹത് ഗ്രന്ഥത്തിൽ അതേക്കുറിച്ച് സംസാരിക്കില്ല. ക്ഷത്രിയന് 2 ഭാര്യമാരുണ്ടാവുന്നതിൽ തെറ്റില്ല. 3ാമത് ഒരു ശൂദ്ര സ്ത്രീയെ സ്വീകരിക്കുകയെങ്കിൽ കൂടിയും അത് ശാസ്ത്രപരമായി ഒരിക്കലും അത് അനുവദിക്കുന്നില്ല. അതുകൊണ്ട് ക്ഷത്രിയന്റെ സ്വത്താണ് ഉള്ളതെങ്കിൽ, ഇപ്പൊ ബ്രാഹ്മണന്റെ സ്വത്ത് നമ്മൾ പറഞ്ഞു, ഇതിപ്പോ ക്ഷത്രിയന്റെ സ്വത്താണ് ഉള്ളതെങ്കിൽ അത് 8 നമ്മൾ ഭാഗം ചെയ്യണം എന്നാ പറയുന്നത്. അപ്പൊ ക്ഷത്രിയ സ്ത്രീക്കും 3 ഭാഗം വൈശ്യന്റെ പത്നിക്കും കൊടുക്കണം എന്നാ പറയുന്നത്. ബാക്കി വരുന്ന 1 ഭാഗം വേണമെങ്കിൽ ശൂദ്രന്റെ ഭാര്യയ്ക്ക് കൊടുക്കാം. ഈ ക്ലാസ് നിങ്ങൾക്ക് നന്നായി ബോറടിക്കും, എനിക്കറിയാം. പക്ഷെ ജസ്റ്റ് കേട്ട് വിട്ടേക്കൂ. നമ്മൾ ഈ ഗ്രന്ഥം മുഴുവൻ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് കൊണ്ട് ഒന്ന് കേട്ടിട്ട് ഒന്ന് അങ്ങനെ വിട്ടേക്കൂ. കാരണം ഇത് നമുക്ക് ഇന്നത്തെ 2025 ഒരിക്കലും ഇത് ഡൈജഷൻ ആവില്ല. അതുകൊണ്ട് കുഴപ്പമില്ല, ജസ്റ്റ് നമ്മളത് കേട്ടിട്ട് അങ്ങോട്ട് വിടുക. ഓക്കെ, അപ്പൊ അത് പക്ഷെ അതിന് ശാസ്ത്രപരമായിട്ടൊന്നും സമ്മതിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് നമുക്കിവിടെ എന്താ പറയാ സ്വത്തിന്റെ ഭാഗങ്ങളൊക്കെ നടത്തുന്നത്. അപ്പം ഏറ്റവും നല്ലത് നമ്മളെ മക്കളെ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, പ്രത്യേകം പറഞ്ഞു കൊടുക്കുക. നമ്മുടെ കുലം, നമ്മുടെ ജാതി, നമ്മുടെ സംസ്കാരം ഇത് വിട്ടിട്ടൊന്നും ചെയ്യരുത്. നമ്മുടെ കുലത്തെ എപ്പോഴും എന്ത് ചെയ്യണം, ബഹുമാനിക്കാനും അനുസരിക്കാനും നമ്മുടെ ആചാര അനുഷ്ഠാനങ്ങളെ മുറുകെ പിടിക്കാനും എപ്പോഴും വരും തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുക. ഈ ആചാര അനുഷ്ഠാനങ്ങളിൽ നിന്ന് പുറത്തു പോകുമ്പോഴാണ് ഈ കണ്ട പ്രശ്നങ്ങൾ അത്രയും സമൂഹത്തിൽ ഉണ്ടാകുന്നത്. അപ്പൊ അതൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി കുട്ടികളെ നമ്മൾ തന്നെ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കിക്കണം. ഓക്കെ, ഇനി പഠിക്കുന്നത് ച്യവനോപാഖ്യാനമാണ്. ഞാൻ ഈ സ്വത്തിന്റെ കഥയൊന്നും കൂടുതലോട്ട് പോണില്ല, കാരണം നിങ്ങൾക്കും ബോറടിക്കും, എനിക്കും ബോറടിക്കും. നമുക്കൊരു ദഹിക്കാത്ത ഒരു ചാപ്റ്റർ ആണത്. ഓക്കെ, അപ്പൊ ഇനി പഠിക്കുന്നത് ച്യവനോപാഖ്യം എന്ന് വെച്ചാൽ എന്താണ് എന്ന് വെച്ചാൽ, യുധിഷ്ഠിരൻ ചോദിക്കുന്നു, അന്യരോടുകൂടി സഹവസിക്കുമ്പോൾ, ഇപ്പൊ നമുക്കറിയാത്ത ഒരു വ്യക്തികളോടുകൂടെ നമ്മൾ ജീവിക്കാൻ പോകുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന വികാര വിശേഷങ്ങൾ അത് ഗോക്കളോട് വലിയ അനുകമ്പ കാണിക്കുവാൻ എന്താണ് കാരണമെന്നാണ്. മനസ്സിലാവുന്നുണ്ടോ? ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അന്യരോടുകൂടി സഹവസിക്കുമ്പോ നമ്മിലുണ്ടാകുന്ന വികാര വിശേഷം എന്താണ്, നമുക്ക് എന്താണ് നമ്മളിൽ ഒരു വികാരം, ഒരു വേറെ അറിയാത്ത ആൾക്കാരുടെ കൂടെ ഇപ്പൊ നമ്മളിങ്ങനെ ഒന്ന് യാത്ര ചെയ്യണം, അല്ലെങ്കിൽ ഒന്ന് താമസിക്കേണ്ടി വരികയൊക്കെ ചെയ്യുമ്പോൾ നമ്മളിൽ ഒരു പ്രത്യേകപരമായിട്ടുള്ള ഒരു ഇതുണ്ടാവും. പെട്ടെന്ന് അവരോട് അടുക്കാനും ഒക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും അല്ലെ? ആ ഒരു ഫീലിങ്സ് അതെന്താണ്? അതുപോലെ ഗോക്കളോട് വലിയൊരു അനുകമ്പ കാണിക്കാൻ, ഇപ്പൊ നമ്മുടെ ഗോമാതാവിനോട് എല്ലാവർക്കും ഒരു പ്രത്യേക ഇഷ്ടമാണ്. ചോദിച്ചു കഴിഞ്ഞാൽ അത് കൃഷ്ണന്റെ ആണ്, അല്ലെങ്കിൽ സുരഭി പശുവാണ്, പശുവിനെ ഗോമാതാവിനെ ആരാധന ചെയ്യണം, അങ്ങനെയുള്ള ഒരു ചിന്ത, അങ്ങനെ ഒരു ആൻസർ ആണ് നമുക്ക് വരുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഗോക്കളോട് ഇത്രയും ഒരു അനുകമ്പ തോന്നാൻ കാരണം എന്ന് പറഞ്ഞപ്പോ ഭീഷ്മ പിതാമഹൻ എന്താ ചെയ്തത്, അതിന് ച്യവന മഹർഷിയുടെ ഒരു കഥ പറഞ്ഞു കൊടുക്കാണ്. ച്യവന മഹർഷിയുടെ ഒരു കഥ ഇവിടെ ഭീഷ്മ പിതാമഹൻ പറഞ്ഞു കൊടുക്കാണ്. പണ്ട് ഭൃഗുവംശത്തില് ച്യവന മഹർഷി വെള്ളത്തിൽ മുങ്ങിക്കിടന്നുകൊണ്ട് ചെയ്യേണ്ട ഒരു വ്രതം ആരംഭിച്ചു. ഭൃഗുവംശത്തില് ച്യവന മഹർഷി എന്താ ചെയ്തത്, വെള്ളത്തിൽ മുങ്ങിക്കിടന്നുകൊണ്ട് എടുക്കേണ്ട ഒരു വ്രതമുണ്ട്. ആ വ്രതം എടുത്തപ്പോ കാരുണ്യമായിട്ട്, നല്ല കരുണയോടുകൂടി, സ്നേഹത്തോടുകൂടി അദ്ദേഹത്തിന്റെ മുഖം കണ്ടപ്പം ഭയങ്കര ഒരു ഐശ്വര്യമാണ് ഈ ച്യവന മഹർഷിയുടെ ഒക്കെ മുഖം. കാരണം അന്നത്തെ കാലത്തെ സന്യാസിമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ സന്യാസിമാരെ പോലെയല്ല. അവരെപ്പോഴും ജപം, വായന, ഭഗവാനോടുള്ളൊരു വിരക്തി അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളാണ്. അപ്പൊ അവരുടെ ഫേസിൽ അത് റിഫ്ലക്ട് ചെയ്യും, ആ ഒരു ഭക്തിയും അവരുടെ ആ ഒരു എന്താ പറയാ ജീവിത ശൈലിയും എല്ലാം. അപ്പോ എന്ത് ചെയ്യാന്ന് ഓർത്തു കഴിഞ്ഞാല്, അപ്പൊ അത്രയും നല്ല ക്ഷമയും സൗന്ദര്യവും സമാധാനവും ഐശ്വര്യവും ഉള്ള ഈ ച്യവന മഹർഷിയുടെ
മുഖം കണ്ടപ്പോ ജീവികൾക്കൊക്കെ അദ്ദേഹത്തിനോട് ഭയങ്കര വിശ്വാസ്യതയും സ്നേഹമൊക്കെ വന്നു. അപ്പോ അവര് അങ്ങനെ തന്നെ ചവന മഹർഷിയോട് പെരുമാറാനും തുടങ്ങി. മത്സ്യങ്ങളോട് അദ്ദേഹത്തിന് ഒരു പ്രത്യേക സ്നേഹം ഉണ്ടായിരുന്നു. ഒരു ദിവസം ഒരു കൂട്ടം മുക്കുവന്മാര് വന്നിട്ട് എന്ത് ചെയ്തു, ഒരു വല വീശിയിട്ട് മത്സ്യങ്ങളെയൊക്കെ പിടിച്ചോണ്ട് പോകാൻ വേണ്ടി ഇദ്ദേഹം വ്രതം എടുത്തിട്ട് കിടക്കുന്ന ഈ കുളത്തിലോട്ട് വന്നു. 4 ഭാഗത്ത് നിന്നിട്ടും ഈ മുക്കുവന്മാർ എന്ത് ചെയ്തു, വല വീശി. അപ്പൊ വല ഇങ്ങനെ വലിച്ചെടുക്കുമ്പോൾ ഭയങ്കര കനം തോന്നിയത് കൊണ്ട് എന്ത് ചെയ്തു, ഒരു വലിയ ഒരു മത്സ്യം വലയിൽ പെട്ടിട്ടുണ്ടെന്നാണ് ഇവര് വിചാരിക്കുന്നത്. നാളെ വിളിച്ചോളൂ. നാളെ ഇങ്ങനെ കോൾസ് ഇങ്ങനെ കണ്ടിന്യൂസ് വരുന്നോണ്ടാണ് ബിസി പറയുന്നത്, ക്ഷമിക്കണം. നാളെ വിളിച്ചോളൂ കേട്ടോ. അപ്പോ ഒരു വലിയ ഒരു മീന് ഈ വലയിൽ പെട്ടിട്ടുണ്ടാവുന്നാണ് ഇവര് ചിന്തിക്കുന്നത്, ആര്, ഈ മുക്കുവന്മാര് ചിന്തിക്കുന്നത്. അപ്പൊ അവർക്കത് വലിയ സന്തോഷമായി. കാരണം എന്താ, ആ വലിയ മീൻ കിട്ടിയിട്ടുണ്ട് വലയില്. അപ്പൊ അങ്ങനെ ഒരു സന്തോഷത്തോടെ അവര് നിൽക്കുമ്പോ വല വലിച്ച് പുറത്തെടുത്തു. ഇവര് വല വലിച്ച് ഇങ്ങനെ പുറത്തേക്ക് എടുത്തപ്പോഴത്തേക്കും കണ്ടതെന്താ, ചവന മഹർഷി ഇതിൻ്റെ അകത്ത് കുടുങ്ങി കിടക്കുന്നുണ്ട്. ഏതില്, ഈ വലയ്ക്കകത്ത് ചവന മഹർഷി ഉണ്ട്. മീനല്ല ഉള്ളത്, ചവന മഹർഷിയാണ് വലയ്ക്കകത്തുള്ളത്. അന്നേരം എന്താ ഉണ്ടായെന്ന് ഓർത്തു കഴിഞ്ഞാല്, മഹാതപസ്യായിരിക്കുന്ന ബ്രഹ്മജ്ഞനായിരിക്കുന്ന ചവനനെ കണ്ടിട്ട് ഈ നിഷാധമന്മാരെന്ത് വന്നിട്ട് പറഞ്ഞു, മാപ്പ് ചോദിച്ചു. സ്വാമി, ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു, അങ്ങ് എന്താ ഇത് ഇങ്ങനെ എന്നൊക്കെ, ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല, ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് മാപ്പൊക്കെ ചോദിച്ചു. അപ്പൊ ചവന മഹർഷി പറഞ്ഞു, നിങ്ങൾ ഈ മത്സ്യങ്ങളോട് കൂടി എന്നെയും കൊല്ലുവോ വിൽക്കോ എന്താ വെച്ചാൽ ചെയ്തോളൂ. നിങ്ങൾ കുറെ മത്സ്യങ്ങൾ പിടിക്കാനല്ലേ ഇവിടെ വന്നിട്ട് ഇട്ടിരുന്നത്. അപ്പോ നിങ്ങൾ എന്നെയും നിങ്ങൾ ഇതിന്റെ കൂട്ടത്തിൽ കൊണ്ടുപോയി കൊല്ലുവോ വിൽക്കോ എന്താ വെച്ചാൽ ചെയ്യൂ. എന്നോടുകൂടി ജലത്തിൽ വസിക്കുന്ന ഇവരെ ഉപേക്ഷിക്കാൻ എനിക്ക് പറ്റൂല. എന്റെ കൂടെയാണ് ഇവരും ജലത്തിൽ വസിക്കുന്നത്, ഈ മത്സ്യങ്ങൾ. അപ്പം എനിക്ക് അവരെ ഉപേക്ഷിക്കാൻ കഴിയില്ല. മഹർഷിയുടെ വാക്ക് കേട്ടപ്പോഴത്തേക്കും ഈ മുക്കുവന്മാർക്ക് ഭയങ്കര സങ്കടമായി. അവര് ഉടനെ പോയിട്ട് എന്ത് ചെയ്ത്, രാജാവിന്റെ അടുത്ത് ഈ കാര്യം പറഞ്ഞു. അപ്പോ രാജാവ് എന്ത് ചെയ്ത്, ഈ കുറച്ച് പടയാളികളൊക്കെ കൂട്ടിക്കൊണ്ട് ഈ സ്ഥലത്തെത്തി. ചവന മഹർഷിയെ കണ്ടിട്ട് നല്ല സ്നേഹത്തോടു കൂടി ബഹുമാനത്തോടു കൂടി വന്ദിച്ചു. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു ഓർത്ത്, രാജാവ് പറഞ്ഞു, മഹർഷിയെ അങ്ങയുടെ ഇഷ്ടം സാധിപ്പിക്കാൻ ഞങ്ങളെല്ലാവരും റെഡിയാണ്. ഞാൻ എന്താണ് ചെയ്യേണ്ടത് അങ്ങ് പറയൂ, ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു രാജാവ്. അപ്പൊ ചവന മഹർഷി പറഞ്ഞു, ഈ മുക്കുവന്മാര് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ജീവിക്കുന്നത്, മത്സ്യം പിടിച്ചിട്ടൊക്കെയാണ് അവരവരുടെ ഉപജീവന മാർഗമൊക്കെ നടത്തുന്നത്. അതുകൊണ്ട് ഇവര് പിടിച്ച വല വീശി പിടിച്ച എന്റെ വില ഇവർക്ക് എന്താച്ചാ കൊടുക്കണം. ഇവര് വല വീശിയിട്ടാണല്ലോ എന്നെ പിടിച്ചിരിക്കുന്നത്, അതായത് ചവന മഹർഷിയെ പിടിച്ചിരിക്കുന്നത് വലയില്. അപ്പൊ എനിക്ക് എന്ത് വിലയാണോ ഉള്ളത് ആ വില രാജാവ് എന്ത് ചെയ്യുക, ഈ മുക്കുവന്മാർക്ക് കൊടുക്കാം. അപ്പോ രാജാവ് ഉടനെ മന്ത്രിയെ വിളിച്ചിട്ട് പറഞ്ഞു, 1000 നാണയം കൊണ്ടുവന്നിട്ട് ഈ മുക്കുവന്മാർക്ക് കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ ചവനൻ പറഞ്ഞു, അത് അത്രയേ ഉള്ളൂ എനിക്കുള്ള വില? 1000 നാണയത്തിനാണോ താങ്കൾ എന്നെ വിലയിട്ടിരിക്കുന്നതെന്ന് ചവന മഹർഷി ചോദിച്ചു. അപ്പോ 10,000 ലക്ഷവും കോടിക്കണക്കിന് നാണയം കൊടുക്കാന്നൊക്കെ അപ്പൊ രാജാവ് പറഞ്ഞു, എന്നാ കുഴപ്പമില്ല, 1000 വേണ്ട, 10,000 നാണയം കൊടുക്കാന്ന് പറഞ്ഞു. അപ്പൊ താങ്കൾ എനിക്ക് 10,000 നാണയത്തിന്റെ വില ഇട്ടിട്ടുള്ളൂ എന്ന് ചോദിച്ചു. എങ്കിൽ വേണ്ട, ഒരു ലക്ഷക്കണക്കിന് നാണയം കൊടുക്കും. അപ്പൊ ലക്ഷത്തിന്റെ വിലയെ താങ്കൾ എനിക്ക് ഇട്ടിട്ടുള്ളൂ എന്ന് വീണ്ടും ചവന മഹർഷി ചോദിച്ചു. അപ്പോ മഹർഷി ആകെ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്കും രാജാവ് ആകെ ടെൻഷനായി. എന്താപ്പ ചെയ്യതെല്ലാം കൊടുക്കാന്ന് പറഞ്ഞാലും മഹർഷിയുടെ വിലയ്ക്ക് തുല്യമാവുന്നില്ലല്ലോ എന്ന് വിചാരിച്ചു. അപ്പൊ രാജാവ് എന്ത് ചെയ്ത്, പുരോഹിതന്മാരെയും അമാത്യന്മാരെയും ഒക്കെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, നമുക്ക് ഇതിനൊരു പരിഹാരം കണ്ടെത്തണം എന്ന് പറഞ്ഞു. അവരിൽ നിന്ന് എന്തുണ്ടായി, അവരില് ഗോവിൽ നിന്ന് ജനിച്ചവനായ ഒരു മഹർഷി ഉണ്ടായിരുന്നു. അതായത് ഒരു ഗോമാതാവിൽ നിന്ന് ജനിച്ച ഒരു മഹർഷി ഈ പുരോഹിതന്മാരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അദ്ദേഹം രാജാവിനോട് പറഞ്ഞു, രാജാവേ, ജാതി ശ്രേഷ്ഠരായിരിക്കുന്ന ദ്വിജന്മാരുടെ വില നാണ്യം കൊണ്ട് കൽപ്പിക്കാൻ പറ്റില്ല. അതൊരിക്കലും നാണയം കൊണ്ട് നമുക്ക് ഈക്വൽ ചെയ്യാൻ കഴിയില്ല. അവർ വിലമതിക്കാൻ വയ്യാത്ത ജന്മങ്ങളാണ്. അതുപോലെ തന്നെയാണ് ശ്രേഷ്ഠമായിരിക്കുന്ന ഗോക്കളും. മനസ്സിലായോ? ഈ സന്യാസിമാരെന്നൊക്കെ പറയുന്നത് വിലമതിക്കാനാവാത്ത ജന്മങ്ങളാണ്. അവർക്ക് നമ്മൾ ഇനി എന്ത് നാണയം കൊടുത്താലും അത് ഈക്വൽ ആവില്ല രാജാവേ. അതുപോലെ വിലമതിക്കാനാവാത്ത ജന്മമാണ് ഏത്, ഗോക്കളുടെ ജന്മം എന്ന് പറയുന്നത്. അതുകൊണ്ട് ചവനന്റെ മൂല്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യാ, ഗോമാതാവിനെ കൊടുക്കാന്ന് പറഞ്ഞു. ഉടനെ നല്ല സന്തോഷത്തോടു കൂടി നഹുഷൻ എന്ത് ചെയ്തു, ചവന മഹർഷിയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, അല്ലയോ മഹർഷിയെ, എഴുന്നേറ്റാലും മഹർഷിയെ, ഞാൻ അങ്ങേക്കുള്ള വില നിശ്ചയിച്ചിട്ടുണ്ട്. ഒരു പശുവിനെ ഞാൻ അങ്ങയുടെ വിലയായിട്ട് ഈ മുക്കുവർക്ക് കൊടുക്കുന്നുണ്ട്. അത് അങ്ങയുടെ ശരിയായ വിലയാണെന്ന് ഞാൻ കരുതുന്നു മഹർഷി എന്ന് പറഞ്ഞു. അപ്പൊ ചവന മഹർഷി പറഞ്ഞു, രാജർഷേ, ഞാൻ എഴുന്നേൽക്കുന്നുണ്ട്.
ശരി, ഞാൻ എഴുന്നേൽക്കാം. പ്രതിഫലം ശരിക്കും ഞാൻ അർഹിക്കുന്ന പ്രതിഫലമാണ്, അതിലൊരു സംശയമില്ല. പശുക്കൾക്ക് തുല്യം വിലമതിക്കുന്ന ഒരു വസ്തുവും ഞാൻ ഈ ലോകത്ത് കാണുന്നില്ല. ഗോമാതാക്കളോട് ഈക്വൽ ആയിട്ടുള്ള ഒന്നും ഞാൻ ഈ ലോകത്ത് കാണുന്നില്ല. പശുക്കളെ പറ്റി നല്ലത് പറയുന്നതും കേൾക്കുന്നതും പശുക്കളെ ഇങ്ങനെ നോക്കിയിരിക്കുന്നതും അവയെ ദാനമായി നൽകുന്നതും വളരെ പുണ്യമായിരിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ചെയ്യുന്നവന്റെ സകല പാപങ്ങളും ഇല്ലാതാവും. അവര് മനുഷ്യർക്ക് അന്നവും ദേവന്മാർക്ക് ഹവിസും നൽകുന്ന പോലെയാണ് പശുക്കളെ നോക്കുന്നത്. ദിവ്യമായിരിക്കുന്ന അവ്യയമായിരിക്കുന്ന അമൃതാണ് അവ ചുരത്തുന്ന പാലെന്ന് പറയുന്നത്, പശുക്കളുടെ പാലെന്ന് പറയുന്നത്. അത് അവർ വഹിക്കുന്ന ആ പാല് എന്ന് പറയുന്നത് നമുക്കൊരിക്കലും വാക്കുകൾ കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല. അമൃതാലംബനമായതുകൊണ്ട് അമൃത് തന്നെയാണത് ആ പാലെന്ന് പറഞ്ഞത്. അതുകൊണ്ട് എല്ലാവരും പശുക്കളെ നമിക്കണം. പശുക്കള് സ്വർഗത്തിലേക്ക് ഉയരുവാനുള്ള ഒരു കോണിപ്പടിയാണ്. അവയെ എത്രത്തോളം പരിപാലിക്കുന്നു അത്രത്തോളം നമ്മൾ സ്വർഗത്തിലേക്ക് പോകും. സ്വർഗത്തിൽ കൂടി ഈ പശുക്കളെ എല്ലാം പൂജിക്കുന്നുണ്ട്. പശുക്കളുടെ മഹാത്മ്യം പറഞ്ഞ് അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് സാധിക്കാത്ത കാര്യമാണ് രാജാവേ. എനിക്കുള്ള പ്രതിഫലം പശുവാണെന്ന് കണ്ട എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എനിക്കുള്ള പ്രതിഫലം പശുക്കളാണെന്ന് അറിഞ്ഞതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ടെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പം നിഷാദമന്മാര്, അതായത് മുക്കുവന്മാര് പറഞ്ഞു, അല്ലയോ മഹർഷേ, സഖ്യം സാപ്തപദീനമാണല്ലോ. ഞങ്ങൾ അങ്ങയുടെ സുഹൃത്തുക്കളായിരിക്കുകയാണ്. കാരണം അങ്ങ് ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമാണ് നൽകിയിരിക്കുന്നത്. അങ്ങേ ഞങ്ങൾ വന്ദിക്കുന്നു മഹർഷേ, നമസ്കരിക്കുന്നു. ഞങ്ങളിൽ അങ്ങയുടെ അനുഗ്രഹം ഉണ്ടാവണം, ഞങ്ങളിൽ കനിയണം, പാപങ്ങളെല്ലാം ഞങ്ങളിൽ നിന്ന് നശിപ്പിക്കണം. അങ്ങയുടെ അനുഗ്രഹത്തിനായിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. ആ ഗോദാനം ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അങ്ങനെ ച്യവന മഹർഷി അവരെ അനുഗ്രഹിച്ചിട്ട് നിങ്ങളുടെ പാരിതോഷികം അത് ഞാൻ സ്വീകരിക്കുന്നു. അതായത് ഇദ്ദേഹത്തിനനുസരിച്ചിട്ടുള്ള ഒരു ഈക്വൽ ആയിട്ടുള്ള കൊടുക്കാനല്ലേ പറഞ്ഞത്, സ്വീകരിക്കുന്നു. നിങ്ങളുടെ പാപം എല്ലാം പോയിട്ടുണ്ട്. നിങ്ങൾ പിടിച്ച മത്സ്യങ്ങളോടുകൂടി നിങ്ങൾ സ്വർഗത്തിലേക്ക് പോവും, ഉറപ്പാന്ന് പറഞ്ഞു. അങ്ങനെ മഹർഷിയുടെ ഈ വാക്കുകളൊക്കെ പറഞ്ഞിട്ട് വന്നപ്പോൾ നിഷാദന്മാരും മത്സ്യങ്ങളും കൂടെ സ്വർഗത്തിലേക്ക് ഉയർന്നു പോയി. ഓക്കെ, അങ്ങനെ നഹുഷൻ അത് കണ്ടിങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ് രാജാവ്. ഗോവിൽ നിന്നുണ്ടായ മുനിയും ഭാർഗവനായിരിക്കുന്ന ച്യവനനും നഹുഷൻ എന്ന് പറയുന്ന ഈ രാജാവിനെ അനുഗ്രഹിച്ചു. ധർമ്മത്തിൽ അടിയുറച്ച വിശ്വാസം ഉണ്ടാകാനുള്ള വരവും ആര് വാങ്ങിച്ചു? നമ്മുടെ ഈ രാജാവ്. അദ്ദേഹത്തിന്റെ പേരാണ് നഹുഷൻ എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ അദ്ദേഹം അതൊക്കെ വാങ്ങിച്ചിട്ട് നേരെ രാജകൊട്ടാരത്തിലേക്ക് പോയി. ഇപ്പൊ എത്ര പേരുണ്ട് ലൈവില്? നമുക്ക് ഏകാദശി നമ്മുടെ ഗ്രൂപ്പിൽ വരും. ആർണാന്ത് ആ സിനി മാതാജിയാണ് നോക്കുന്നത്, ഞാനല്ല. ഏകാദശി നമ്മുടെ ഗ്രൂപ്പിൽ വരും. രാധേ രാധേ. വേഗം മെസ്സേജ് ഇടും, എനിക്ക് ഉറക്കം വരുന്നു. എത്ര പേരുണ്ട് ലൈവില്? മായ മാതാജി ലേറ്റ് ആയല്ലോ. അറുപത്. ഓക്കെ, കുഴപ്പമില്ല. ക്ലാസ് കുറച്ച് ലേറ്റ് ആയിട്ടല്ലേ നമ്മൾ തുടങ്ങിയത്, അതുകൊണ്ടാണ്. അങ്ങനെ ഈ രാജാവ് എന്ത് ചെയ്തു? നേരെ ഇദ്ദേഹത്തോട് അനുഗ്രഹമൊക്കെ വാങ്ങിച്ചിട്ട് നേരെ പോയി. എവിടേക്ക് പോയി? അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലേക്ക് പോയി. യുധിഷ്ഠിര, സഹവാസം കൊണ്ടുണ്ടാകുന്ന വികാരവിശേഷവും പശുക്കളുടെ മഹത്വവും ച്യവന മഹർഷിയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലായല്ലോ. നമ്മൾ ആരോടുകൂടി സഹവസിക്കുന്നോ അവരുടെ സ്വഭാവമായിരിക്കും നമ്മളുടെ ജീവിതത്തിലും ഉണ്ടാവുന്നത്. മനസ്സിലായോ? അപ്പോ നമ്മൾ കൂട്ടുകൂടുന്നവരെയും നമ്മൾ സഹവസിക്കുന്നവരെയും നമ്മൾ എന്ത് ചെയ്യണം? പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ജീവിക്കുന്ന സാഹചര്യം, നമ്മൾ ഇടപെടുന്ന വ്യക്തികൾ, ഇവർ നമ്മളിൽ ഉണ്ടാക്കുന്ന ഇൻഫ്ലുവൻസ് വളരെ വളരെ വലുതാണ്. അപ്പം ഭക്തിയില്ലാത്ത അല്ലെങ്കിൽ ഭഗവാനെ എപ്പോഴും നെഗറ്റീവായിട്ട് പറയുന്ന ഒരാളുടെ കൂടെ നമുക്കൊരിക്കലും കൂട്ടുകൂടാൻ പറ്റില്ല. നല്ല ഓർക്കം വരുന്നു. ശ്രുതി കണ്ടുപിടിച്ചല്ലേ? അപ്പൊ എന്ത് ചെയ്യാം? ച്യവന മഹർഷിയുടെ വാക്കുകളിൽ നിന്ന് നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു. ഹരേ കൃഷ്ണ. അപ്പോ പിന്നീട് യുധിഷ്ഠിരൻ ചോദിച്ചത്, പിതാമഹ, ജമദഗ്നിപുത്രനായിരിക്കുന്ന രാമൻ ക്ഷത്രധർമ്മം എടുക്കാൻ എന്താണ് കാരണം? അല്ലെങ്കിൽ ബ്രാഹ്മണ ധർമ്മം സ്വീകരിക്കാൻ എന്താണ് കാരണം എന്ന് പറയാം. നാളെ വിളിച്ചോളൂ പ്രഭു. ഇനി വിളിക്കേണ്ടവരെല്ലാം നാളെ ഉച്ചയ്ക്ക് ഒരു 12 മണിക്ക് ശേഷം വിളിക്കാം. 12 മുതൽ 5 വരെ ഞാൻ ഫ്രീ ആയിരിക്കും. ഉച്ചയ്ക്ക് ഉറങ്ങില്ല. പോരെ?
12 വരേക്കും ഞാൻ ഉണ്ടാവില്ല, അതുകൊണ്ടാണ്. പിന്നെ ഞായർ, തിങ്കൾ, ചൊവ്വ ഒന്നും ഞാനിവിടെ ഉണ്ടാവില്ല. എനിക്ക് നല്ല വർക്ക് ഉണ്ട്. അപ്പോൾ ആ 3 ദിവസം മിക്കവാറും ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. നോക്കൂ, മാക്സിമം എന്തെങ്കിലും എമർജൻസിൻ്റെലൊക്കെ വിളിച്ചോളൂ. നാളെ എന്തായാലും വിളിക്കേണ്ടവർ വിളിച്ചോളൂ, ഒരു 12 മണിക്ക് ശേഷം വിളിച്ചു. ഓക്കെ, നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒന്ന് കാരണം പറയാൻ പറഞ്ഞു. അപ്പം അദ്ദേഹം അതിൻ്റെ കാരണം ഒന്നും വിശദീകരിച്ച് തരണേ എന്ന് പറഞ്ഞപ്പം ധർമ്മവ്യതികരം എങ്ങനെ ഉണ്ടായി എന്നുള്ളത് ചോദിച്ചപ്പോൾ പറയണം. ഭീഷ്മര് പറഞ്ഞു, എന്താ പറയുന്നത്, ച്യവനൻ കുഷികന്റെ രാജധാനിയിൽ ചെന്ന് താമസിച്ച ഒരു കഥയുണ്ട്. ച്യവന മഹർഷി കുഷികന്റെ രാജധാനിയിൽ പോയിട്ട് താമസിച്ചിട്ടുണ്ട്. ആ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ നിനക്ക് പറഞ്ഞുതരാന്ന് പറഞ്ഞു. അതിലെന്താ പറയുന്നത്, മഹാബുദ്ധിമാനായിരിക്കുന്ന, തപോധനായിരിക്കുന്ന, തപസ് ചെയ്യുന്ന മഹാബുദ്ധിമാനായിരിക്കുന്ന ഭൃഗുവിന്റെ മകനായിരിക്കുന്ന ച്യവന മഹർഷി. ശ്രദ്ധിച്ച് കേൾക്കണം, ച്യവന മഹർഷി ആരുടെ മകനാണ്? ഭൃഗുവിന്റെ മകനാണ്. ഭൃഗുവിന്റെ മകനാണ്, നല്ല ബുദ്ധിയാണ്, നല്ല എന്താ പറയാ തപോധനനാണ്, നന്നായിട്ട് തപസ് ചെയ്യും. അപ്പൊ അദ്ദേഹം എന്താ ചെയ്തത്, തന്റെ വംശത്തിൽ വരാൻ പോകുന്ന ഒരു ദോഷം, അദ്ദേഹത്തിന്റെ വംശത്തിൽ വരാൻ പോകുന്ന ഒരു ദോഷം ദിവ്യ ചക്ഷുസ് കൊണ്ട് കണ്ടറിഞ്ഞിട്ട്, അദ്ദേഹത്തിന്റെ ഉൾക്കണ്ണുകൊണ്ട് കണ്ടറിഞ്ഞിട്ട് കൗശികന്മാരുടെ വംശം നശിപ്പിക്കുന്നതിനായിട്ട് കുശകന്റെ അടുത്ത് ചെന്നിട്ട് ഒരു കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞത്, ഞാൻ കുറച്ചു കാലം അങ്ങയുടെ കൂടെ താമസിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ സന്തുഷ്ടനായിരിക്കുന്ന കുശികൻ എന്ത് ചെയ്തു, മഹർഷിയെ സ്വീകരിച്ചിട്ട് വേണ്ട സൽക്കാരങ്ങളൊക്കെ ചെയ്ത് സന്തോഷിപ്പിച്ചിട്ട് പറഞ്ഞു, ഭഗവാനെ, അങ്ങേക്കുള്ള വാസഗൃഹം ഇതാ, അങ്ങേക്ക് ഇവിടെ താമസിക്കാം, എല്ലാം ശരിയാക്കി വെച്ചിട്ടുണ്ട്, ഞങ്ങൾക്കുള്ളതെല്ലാം ഞങ്ങൾ അങ്ങേക്ക് രാജ്യം കൂടി അങ്ങയുടെ കാൽക്കൽ സമർപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞു. ഇനി എന്ത് ശുശ്രൂഷയാണ് ഞാൻ ചെയ്യേണ്ടതെന്ന് കുശികൻ മഹർഷിയോട് ചോദിച്ചു. അപ്പൊ ഇത് കേട്ടപ്പം ച്യവനൻ സന്തോഷത്തോടു കൂടി പറഞ്ഞു, എനിക്ക് ധനമോ ധാന്യമോ പശുക്കളോ രാജ്യമോ ഒന്നും എനിക്ക് ആവശ്യമില്ല. ഞാൻ ഇവിടെ ഒരു വ്രതം തുടങ്ങാൻ വേണ്ടി വന്നതാണ്. നിങ്ങൾ രണ്ടുപേരും കൂടി ആലസ്യം കൂടാതെ, ഒരു തരത്തിലുള്ള മടിയും കൂടാതെ എന്നെ ശുശ്രൂഷിക്കണം എന്ന് പറഞ്ഞു. ഇത് മാത്രമേ എനിക്ക് വേണ്ടൂ എന്ന് പറഞ്ഞു. അപ്പൊ അത് കേട്ടപ്പം മഹാത്മാവായിരിക്കുന്ന ശുദ്ധ പുരുഷൻ എന്താ ചെയ്തത്, ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ട് ഒരവസരം കിട്ടിയതിൽ അദ്ദേഹം ഒരുപാട് അങ്ങ് സന്തോഷത്തോടു കൂടി ഇരുന്നു. ആ സ്റ്റൂളൊന്ന് കാല് വേണം. അപ്പോ സന്തോഷത്തോടു കൂടി അവരെന്ത് ചെയ്തു, ഈ ച്യവന മഹർഷിയെ സംരക്ഷിക്കാൻ, ഇങ്ങനെ ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു. സന്തോഷത്തോടെ ആ രാജാവും രാജ്ഞിയും അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ മഹർഷി താമസിക്കുന്ന സ്ഥലത്ത് പോയി. അവിടെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് അദ്ദേഹത്തെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. അതിനുശേഷം മഹർഷി പറഞ്ഞു, എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്, ഞാൻ കിടന്ന് ഉറങ്ങാൻ പോവാണ്, ഉറങ്ങിക്കഴിഞ്ഞാൽ എന്നെ എഴുന്നേൽപ്പിക്കരുത് എന്ന് പറഞ്ഞു. നിങ്ങൾ രണ്ടുപേരും എൻ്റെ കാൽ ഒഴിഞ്ഞുകൊണ്ടേയിരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ രാജാവും രാജ്ഞിയും കൂടെ ഈ ച്യവനന്റെ കാലിങ്ങനെ ഒഴിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. 21 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ മഹർഷി ഉറക്കത്തിൽ നിന്ന് ഉണർന്നെഴുന്നേൽക്കുന്നത്. അത്രയും ദിവസവും ഈ രാജാവും രാജ്ഞിയും ഉറങ്ങാതെ ഉണ്ണാതെ ഒന്നും ചെയ്യാതെ അദ്ദേഹത്തെ ശുശ്രൂഷിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ നമ്മുടെ ച്യവന മഹർഷി ആരോടൊന്നും പറയാതെ അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി. അദ്ദേഹം ഒന്നും വേണ്ടിയില്ല, ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട് അങ്ങനെ ഇറങ്ങി നടന്നു. വിശന്ന് തളർന്ന നമ്മുടെ രാജാവും രാജ്ഞി എന്ത് ചെയ്തു, അദ്ദേഹത്തിന്റെ പിന്നാലെ നടന്നു പോവാൻ തുടങ്ങി. അങ്ങനെ പോയപ്പോ മുനി എവിടെയോ പോയി മറിഞ്ഞുപോയി. മനസ്സിലായി, ച്യവന മഹർഷിയെ കുറെ ദൂരം നടന്നപ്പം പിന്നെ കാണുന്നില്ല. അദ്ദേഹത്തെ കാണാതായപ്പം രാജാവ് അങ്ങോട്ട് വല്ലാതെ വിഷമിച്ചു. മനസ്സിലായോ, രാജാവ് വല്ലാതെ വിഷമിച്ചു. എല്ലായിടത്തും ഈ ച്യവന മഹർഷി അവർ അന്വേഷിച്ചു, പക്ഷെ എവിടെയും കാണാതെ വന്നപ്പോ രാജാവ് എന്താ ചെയ്തത്, തിരിച്ച് കൊട്ടാരത്തിലേക്ക് വന്നപ്പോ മഹർഷി ഉണ്ട് മുറിയില് മെത്തയില് പോയി കിടക്കുന്നു. ആശ്ചര്യത്തോടു കൂടി രാജാവ് ഭാര്യയോട് പറഞ്ഞു, വരൂ വരൂ, നമുക്ക് വീണ്ടും അദ്ദേഹത്തെ ശുശ്രൂഷിക്കാന്ന് പറഞ്ഞു. അങ്ങനെ മഹർഷി എഴുന്നേറ്റിട്ട് രാജാവിനോട് എണ്ണ കൊണ്ടുവരൂ, എനിക്കൊന്ന് കുളിക്കണം എന്ന് പറഞ്ഞു. രാജാവിനോട് പറഞ്ഞു, താങ്കൾ പോയിട്ട് എണ്ണ എടുത്തുകൊണ്ട് വാ, എനിക്ക് എണ്ണ തേച്ച് കുളിക്കണം എന്ന് പറഞ്ഞു. രാജാവും രാജ്ഞിയും കൂടെ വിശപ്പും തളർച്ചയും അലച്ചിലും എല്ലാം മാറ്റി വെച്ചിട്ട് എണ്ണ കൊണ്ടുവന്നിട്ട് രാജകീയമായ രീതിയിൽ തന്നെ ഇദ്ദേഹത്തിന് എണ്ണയൊക്കെ കൊടുത്തിട്ട് ഇദ്ദേഹത്തെ കുളിപ്പിച്ചു. പിന്നെ രാജോചിതമായിരിക്കുന്ന രാജാവിന്റെ ഇതിന്റെ ആ കുലത്തിന്റെ ധർമ്മം അനുസരിച്ചിട്ടുള്ള വേഷമൊക്കെ ധരിപ്പിച്ച് അദ്ദേഹത്തെ സിംഹാസനത്തിൽ ഇരിക്കുന്നതായിട്ടാണ് കണ്ടത്. അപ്പോഴും രാജാവും രാജ്ഞി എന്താ ചെയ്തത്, യാതൊരു വികാരവും ഇല്ല, പ്രതിഷേധവും ഇല്ല, ഒന്നുമില്ലാതെ ആ മുനിക്ക് സേവ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിന്നു. അങ്ങനെ മുനി പിന്നെ തനിക്ക് ഭക്ഷണം വേണമെന്ന് പറഞ്ഞു, എനിക്ക് വിശക്കുന്നുണ്ട്, എനിക്ക് ഭക്ഷണം വേണമെന്ന് പറഞ്ഞു. അപ്പൊ നല്ല രാജകീയമായ രീതിയിലുള്ള വിഭവങ്ങളോട് കൂടിയുള്ള ഭക്ഷണമൊക്കെ കൊടുത്തപ്പോ എന്താ ചെയ്തത്,
അപ്പൊ ഈ ഭക്ഷണമൊക്കെ കൊടുത്ത സമയത്ത് ഇദ്ദേഹം എന്താ ചെയ്തെന്നറിയോ, എല്ലാം കൂടെ ഒരു വസ്ത്രം കൊണ്ടുവന്ന് മൂടിക്കളഞ്ഞു. ഒരു തുണിയെടുത്ത് വന്നിട്ട് ഇതെല്ലാം കൂടെ അങ്ങ് മൂടിക്കളഞ്ഞു. കിടക്കയും ആസനങ്ങളും എല്ലാം എടുത്തിട്ട് അങ്ങോട്ട് കത്തിച്ചു കളഞ്ഞു ഇദ്ദേഹം. അപ്പൊ ഇത് കണ്ടപ്പോഴും ആ ദമ്പതികൾക്ക് ഒരു മാറ്റവും ഇല്ല. അവരങ്ങനെ ഒരു വികാരവും ഇല്ലാണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ദിവസവും മുനിക്ക് വേണ്ട ശുശ്രൂഷകളെല്ലാം ചെയ്തു വരും. വിശിഷ്ടമായ ഭക്ഷണം, വസ്ത്രം എല്ലാം ച്യവന മഹർഷിക്ക് എപ്പോഴും ഒരുക്കി വെക്കും. ച്യവന മഹർഷി രാജാവിനെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങളും ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരുന്നു. ഇദ്ദേഹം അതുകൊണ്ട് കൊടുക്കും, അദ്ദേഹം വേറൊന്ന് ചെയ്യും. ഇദ്ദേഹം ഇതുകൊണ്ട് കൊടുക്കും, അദ്ദേഹം വേറൊന്ന് ചെയ്യും. ഇങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പോഴൊക്കെ ഈ രാജാവിനും രാജ്ഞിക്കും എന്താണ്, ഉടനെ കാണിക്കും, രാജാവിനും രാജ്ഞിക്കും എന്താണ്, യാതൊരുവിധ ഭാവവികാരങ്ങളൊന്നുമില്ല. അവരൊരു സ്വഭാവ ദൂഷ്യം ഒന്നും കാണിക്കില്ല, ഒരു ഇഷ്ടക്കേട് ഒന്നും കാണിക്കാതെ, ഒരു ഭാവഭേദവും ഇല്ലാതെ ഈ മുനി എങ്ങനെ ശുശ്രൂഷിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ ഒരിക്കലും മഹർഷി പറഞ്ഞു, എടോ രാജാവേ, നീ നിന്റെ ഭാര്യയോട് കൂടി എന്നെ തേരിലേറ്റിയിട്ട് ഞാൻ പറയുന്ന ദിക്കിലേക്ക് കൊണ്ടുപോകുന്നു പറഞ്ഞു. ഇത്രയൊക്കെ ചെയ്തിട്ടും ഈ രാജാവിനും രാജ്ഞിക്കും ഒരു മാറ്റവും ഇല്ല. അപ്പൊ ച്യവന മഹർഷി ആലോചിക്കുക, ഇത് എന്തോന്നത്, ഞാൻ ഇത്രയും പറഞ്ഞിട്ട് ഇവർക്കൊരു മാറ്റമില്ലല്ലോ. അപ്പൊ ച്യവന മഹർഷി പറഞ്ഞു, എടോ രാജാവേ, താനെ എന്നെയും തന്റെ ഭാര്യനെയും കൂടി ആ പല്ലക്കിൽ കയറ്റിയിട്ട് ഞാൻ പറയുന്ന തേരിൽ കയറ്റിയിട്ട് ഒരു സ്ഥലമുണ്ട്, അവിടെ അങ്ങോട്ട് എത്തിക്കുന്നു പറഞ്ഞു. രാജാവ് അപ്പോഴും ഒരു സംശയവും ഇല്ലാണ്ട് ആ ശരി, ഓക്കെ, അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ തേര് തയ്യാറാക്കിക്കൊണ്ട് വന്നപ്പോ മഹർഷി പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും കൂടി തേര് വലിക്കണം എന്ന് പറഞ്ഞു. വഴിയിൽ ആരെയും മാറ്റി നിർത്താതെ സർവ്വജനങ്ങളും കാണുന്ന പോലെ ഒരാളെ പോലും വഴിയിലൊന്നും മാറ്റി നിർത്തരുത്. രാജാവ് തേര് വലിക്കുന്നത് എല്ലാവരും കാണട്ടെ, അതേപോലെ തേര് വലിച്ചുകൊണ്ട് പോണെന്ന് പറഞ്ഞു. തേരിലിരിക്കുന്ന എനിക്ക് ഒരു വിഷമം ഉണ്ടാവാനും പാടില്ല. ഞാൻ ഇഷ്ടംപോലെ ഇങ്ങനെ പോണ വഴിക്ക് ഇഷ്ടംപോലെ ബ്രാഹ്മണർക്കൊക്കെ ഇങ്ങനെ ധനവും രത്നങ്ങളും ഒക്കെ ദാനം ചെയ്യും. ഇതിലൊന്നും ഒരു പ്രതിഷേധവും പാടില്ല എന്ന് രാജാവിനോട് പറഞ്ഞു. രാജാവും രാജ്ഞി എന്താ ചെയ്തത്, തേരിലിരിക്കുന്ന മുനിക്ക് വേണ്ടതെല്ലാം കൊടുത്തു. ആ ശരി, ആയിക്കോട്ടെ, അങ്ങനെ ആവട്ടെ, അങ്ങനെ ആവട്ടെ, അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞ് ചട്ടം കെട്ടി തേര് വലിക്കാൻ തുടങ്ങി. മഹർഷി തേരിലിരുന്ന് അവരുടെ കുതിരകളെയൊക്കെ അടിക്കുന്ന പോലെയൊക്കെ കാണിച്ചു. അങ്ങനെ അടിച്ചുകൊണ്ടേയിരുന്നു മഹർഷി. ധാരാളം രത്നങ്ങളും പണവും അതും ഇതും ധനവും ഒക്കെ തേരിലിരുന്ന് ഇങ്ങനെ ജനങ്ങൾക്ക് എറിഞ്ഞു കൊടുത്തുകൊണ്ടേയിരുന്നു. എങ്കിലും ഈ രാജാവ് എന്ത് ചെയ്തു, ഒരു പ്രതിഷേധവും കാണിച്ചില്ല. ഏത് യാതനയും ദുരിതവും അവരിങ്ങനെ സന്തോഷത്തോടു കൂടി സഹിച്ചുകൊണ്ടിരുന്നു. മഹർഷിയുടെ പരീക്ഷണങ്ങളെല്ലാം അതിജീവിക്കാൻ അവർ ആർക്ക് സാധിച്ചു, നമ്മുടെ ഈ രാജാവിനും രാജ്ഞിക്കും സാധിച്ചു. ഇത്രയായപ്പോ നമ്മുടെ ച്യവന മഹർഷി തേരിൽ നിന്നിറങ്ങിയിട്ട് രാജാവിനെയും രാജ്ഞിയെയും തേരിൽ നിന്ന് അഴിച്ചുവിട്ടു. കാരണം ഇവരാണല്ലോ വലിക്കുന്നത്, കുതിരയ്ക്ക് പകരം ഈ രാജാവും രാജ്ഞിയാണ് വലിക്കുന്നത്. അപ്പൊ ഈ കുതിരകളെ അടിക്കുന്ന പോലെ ഇവരെ അടിക്കുന്നുണ്ട്. ഇതൊക്കെ ചെയ്തിട്ടും ഇവര് സഹിക്കുകയാണ്. അങ്ങനെ എന്ത് ചെയ്തു, ഈ തേരിന്റെ അടുത്തുനിന്ന് ഇവരെ അഴിച്ചുവിട്ടു, രാജാവിനെയും രാജ്ഞിനെ അഴിച്ചുവിട്ടു. തന്റെ കൈ കൊണ്ട് അവരെ ഇങ്ങനെ തഴുകി. ച്യവന മഹർഷി അവരെ ഇങ്ങനെ തഴുകി, തലോടി ഈ രാജാവിനെയും രാജ്ഞി. എന്നിട്ട് പറഞ്ഞു, രാജാവെ, ഞാൻ സന്തുഷ്ടനായിരിക്കുകയാണ്. കാരണം എന്താ അറിയോ, നിങ്ങൾ എന്ത് വരമാണോ വേണ്ടത് അത് ചോദിക്കൂ. നിങ്ങൾക്ക് അത്രയും ക്ഷമയുണ്ട്, ചോദിക്കൂ. എന്റെ വാക്കൊരിക്കലും വെറുതെ ആവില്ല. ഞാൻ നിങ്ങളെ പരീക്ഷിക്കായിരുന്നു, അതെല്ലാം നിങ്ങൾ എന്ത് ചെയ്തു, സന്തോഷത്തോടു കൂടി തന്നെ എന്നെ സഹിച്ച് എന്നെ സന്തുഷ്ടനാക്കിയിട്ടുണ്ട്. ഇന്ന് കൊട്ടാരത്തിൽ പോയിട്ട് വിശ്രമിച്ചോളൂ, എന്നിട്ട് നിങ്ങൾ നാളെ വാന്ന് പറഞ്ഞു. രാജാവ് പറഞ്ഞു, അപ്പൊ എന്താ പറഞ്ഞത് എന്നറിയോ, മഹർഷിയെ, ഞങ്ങൾ അനുഗ്രഹീതരാണ്, ഞങ്ങൾക്ക് വളരെ വലിയ അനുഗ്രഹമാണ് കിട്ടിയത്. അങ്ങയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ പിന്നെ എന്ത് തന്നെ സംഭവിച്ചാലും ഞങ്ങൾക്കൊരു പ്രശ്നമേ അല്ല. ചോര ഒലിച്ചിരുന്ന ഞങ്ങളുടെ ശരീരം കണ്ടപ്പോ ഇപ്പോ അത് ദൃഢമായിരിക്കണം, നല്ല ദൃഢഗാത്രമായിരിക്കുകയാണ്. രാജ്ഞിയുടെ ദേഹത്തിന് ഇത്രയും സൗന്ദര്യം ഞാൻ മുമ്പേ കണ്ടിട്ടില്ല. ഞങ്ങൾ പ്രത്യേകമായിട്ട് ഒന്നും ആവശ്യപ്പെടുന്നില്ല. ഞങ്ങൾക്കൊരു തരത്തിലുള്ള അനുഗ്രഹങ്ങളും സാധനങ്ങളോ അല്ലെങ്കിൽ അതോ ഇതോ രാജ്യമോ പണോ സ്വത്തോ ഒന്നും വേണ്ട. അങ്ങയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാം സിദ്ധിക്കുമെന്ന് ഞങ്ങൾക്കറിയാം. നാളെ രാവിലെ ഞങ്ങൾ വരാമെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയാമോ, ച്യവന മഹർഷിയുടെ ഈ കഥയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത്, കഥ കഴിഞ്ഞിട്ടില്ല കേട്ടോ, കഥയിൽ നിന്ന് പഠിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള കുറേ പ്രശ്നങ്ങൾ വരും. മനസ്സിലാവുന്നുണ്ടോ? ഒത്തിരി പ്രശ്നങ്ങൾ വരും. അപ്പൊ ഭഗവാൻ ഇങ്ങനെ നമുക്ക് എന്തോരം താങ്ങാൻ സാധിക്കും എന്നിങ്ങനെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഭഗവാൻ ടെസ്റ്റ് ചെയ്യുന്നില്ല. കാരണം എന്താ, നമ്മുടെ കർമ്മഫലം കൊണ്ടാണ് നമ്മൾ ഈ ദുരിതങ്ങളെല്ലാം അനുഭവിച്ചു പോകുന്നത്. അപ്പൊ ഭഗവാൻ അറിയാം. ഇപ്പോ ഫോർ എക്സാമ്പിൾ ജയന്തി മാതാജിക്ക് ഒരു 10 കിലോ മാതാജിക്ക് പൊക്കാൻ പറ്റും. എന്നാൽ നേരെ മോട്ടി ബിജുചേട്ടനാണെങ്കിലോ ഒരു 25 കിലോ വെയിറ്റ് എടുക്കാൻ പറ്റും. അപ്പൊ ഓരോരുത്തർക്കും താങ്ങാൻ പറ്റുന്ന ഒരു കർമ്മഫലം, അതായത് നമ്മൾ ചെയ്തു വെച്ച കർമ്മത്തിന്റെ കർമ്മഫലം ഓരോരുത്തർക്കും താങ്ങാൻ പറ്റുന്ന ഒരു വെയിറ്റ് ഉണ്ട്, ഇല്ലേ, ഒരു കപ്പാസിറ്റി ഉണ്ട്. അത് ആർക്കറിയാം? അഖില കോടി ബ്രഹ്മാണ്ഡ നായകനായിരിക്കുന്ന പരമദിവ്യോത്തമ പുരുഷനായിരിക്കുന്ന ഭഗവാൻ അത് കൃത്യമായിട്ട് അറിയാം. അപ്പോ അദ്ദേഹം എന്താ ചെയ്യാ, ഇതൊന്നിങ്ങനെ
താങ്ങിത്തരും. നമ്മളുടെ ചുമലിലിരിക്കുന്ന, ഷോൾഡറിലിരിക്കുന്ന നമ്മുടെ കർമ്മഫലം അദ്ദേഹം ഒന്ന് താങ്ങിത്തരും. കാരണം എന്താ, നമ്മൾ എപ്പോഴും അദ്ദേഹത്തെ സ്മരിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ഇല്ലേ? പക്ഷെ ഇത് താങ്ങി തരുന്നത് നമ്മൾ അറിയുന്നില്ല. നമ്മളെന്താ കരുതുന്നത്, അയ്യോ എനിക്ക് ഇത്രയും പ്രശ്നങ്ങൾ ജീവിതത്തിൽ, എനിക്ക് ഇത്രയും, എന്റെ പ്രാർത്ഥന മാത്രം ഭഗവാൻ കേൾക്കുന്നില്ല, ഇതാണ് നമ്മളുടെ ചിന്ത. പക്ഷേ ഭഗവാൻ നമ്മളുടെ കർമ്മഫലങ്ങളുടെ ഭാരം കുറച്ചു തരുന്നുണ്ട്. അത് നമ്മളുടെ ഷോൾഡറിൽ ഉണ്ടായാലും അത് ഭഗവാൻ താങ്ങി തരുന്നുണ്ട് എന്നുള്ള സത്യം നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒരിക്കലും ഭഗവാനെ നിന്ദിച്ച് സംസാരിക്കരുത്. കാരണം എന്താ, ഭഗവാൻ നമ്മളെ ഒരിക്കലും ദ്രോഹിക്കുന്നുമില്ല, നമ്മളെ വിഷമിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നുമില്ല. ഒരു കൈത്താങ്, അതെ ത്രിവേണിയമ്മ പറഞ്ഞത് കറക്റ്റ് ആണ്, ഒരു കൈത്താങ് ഭഗവാന്റേത് നമ്മളിൽ ഉണ്ട്. ആ കൈത്താങ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ നടന്ന് മുന്നോട്ടേക്ക് പോകുന്നത്. അങ്ങനെ ഇത്രയൊക്കെ പറഞ്ഞിട്ട് രാജാവിന്റെ ആജ്ഞയും കൊട്ടാരത്തിലേക്ക് പോയി. അസാമാന്യമായിരിക്കുന്ന ഒരു ശോഭയോടുകൂടി രണ്ടു പേരും ഇങ്ങനെ തിളങ്ങി നിൽക്കണം. കാരണം അവര് ച്യവന മഹർഷിയാണ് ഇത്രയും നാളും ശുശ്രൂഷിച്ചിരിക്കുന്നത്. അത്രയും തിളങ്ങി നിൽക്കുന്ന അവരെ ആ രാജ്യത്തിലുള്ള എല്ലാരും കൂടെ സ്വീകരിച്ചു. രാജദമ്പതികൾ, അതായത് ഈ രാജാവും രാജ്ഞിയും സുഖമായിട്ട് അന്ന് വിശ്രമിച്ചു. അടുത്ത ദിവസം രാവിലെ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് അവര് കാട്ടിലേക്ക് പോയി. ച്യവന മഹർഷി താമസിക്കുന്ന സ്ഥലത്ത് ചെന്നപ്പോ കണ്ട കാഴ്ച എന്ന് പറയുന്നത് ഭയങ്കര കാഴ്ചയായിരുന്നു. എന്താണ് അവിടെ? അത്യത്ഭുതകരമായിരിക്കുന്ന സ്വർണ്ണ നിർമ്മിതങ്ങളായിരിക്കുന്ന മണിമാളികകൾ, പിന്നെ വിചിത്രമായിരിക്കുന്ന പലതരം പുഷ്പവൃക്ഷങ്ങൾ, അത് നിറഞ്ഞ ഉദ്യാനങ്ങൾ, പലതരത്തിലുള്ള ജലധാരകൾ, കുളിർജലം നിറഞ്ഞ സ്വച്ഛങ്ങളായിരിക്കുന്ന തടാകങ്ങൾ, ഇങ്ങനെ വിവിധ തരത്തിലുള്ള മനോഹരമായിരിക്കുന്ന ദൃശ്യങ്ങളാണ് ഈ രാജാവും രാജ്ഞിയും കാണുന്നത്. അപ്പോ എന്താ ഉണ്ടാവുന്നത്, ഇത്രയും കണ്ടിട്ട് രാജാവ് എന്ത് ചെയ്തു, വന്ദിക്കാനായി അടുത്ത് ചെന്നു. മഹർഷിനെ ഒന്ന് വന്ദിക്കണല്ലോ എന്ന് ആലോചിച്ചുകൊണ്ട് അടുത്ത് ചെന്നപ്പോഴേക്കും മഹർഷി അവിടുന്ന് അപ്രത്യക്ഷനായി. അങ്ങനെ കുറച്ചു നേരത്തേക്ക് രാജാവിന് സ്വർഗലോകം കാണിച്ചു കൊടുത്തതുപോലെയുള്ള ഒരവസ്ഥയായിരുന്നു. മനുഷ്യ ശരീരത്തോടു കൂടി അദ്ദേഹം സ്വർഗത്തിലേക്ക് പോയ രീതിയിലായിരുന്നു അദ്ദേഹം അവിടെ അനുഭവിച്ചത്. ഇങ്ങനെ തന്റെ യോഗബലത്താല് ആ മുനീന്ദ്രൻ രാജാവിനെ സന്തോഷിപ്പിച്ചു. കാരണം എന്താ, അദ്ദേഹം ശരീരത്തോടു കൂടി സ്വർഗത്തിൽ എത്തിയാൽ അവിടെ എന്തെല്ലാം കാഴ്ചകൾ കാണും, അതെല്ലാം ഇദ്ദേഹത്തിന്റെ യോഗബലം കൊണ്ട് രാജാവിന് കാണിച്ചു കൊടുത്തു. പിന്നീട് ഒരു നിമിഷം കൊണ്ട് ആ സ്വർഗലോകങ്ങളും ആ മണിമാളികകളും എല്ലാം മാഞ്ഞുപോയി. ആ മഹർഷി എന്ത് ചെയ്തു, ആ മഹർഷി താമസിക്കുന്ന ഗംഗാതടം എന്ന് പറയുന്നത് ദർഭപ്പുല്ലും മറ്റുമായിട്ട് ഇങ്ങനെ മുമ്പത്തെ പോലെ തന്നെ കാണപ്പെട്ടു. ആ മഹർഷിയുടെ ആ ഒരു സ്ഥലം അങ്ങനെ തന്നെ കാണപ്പെട്ടു. ആശ്രമത്തിൽ ഈ അത്ഭുതം കണ്ടിട്ട് ഇങ്ങനെ അവർ അമ്പരന്ന് നിൽക്കുകയാണ്. അപ്പോ രാജാവിനെ ആശ്രമത്തിൽ നിന്ന് മഹർഷി വിളിച്ചു. ഉടനെ അടുത്ത് ചെന്നിട്ട് രാജാവും രാജ്ഞിയും പോയിട്ട് മുനിയെ വന്ദിച്ചു. എന്നിട്ട് രാജാവിനോട് മഹർഷി ചോദിച്ചു, രാജാവേ, ഞാൻ ഏറ്റവും സന്തുഷ്ടനായിരിക്കുന്നു. അങ്ങയെ പ്രകോപിപ്പിക്കുവാനും പരീക്ഷിക്കുവാനും വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തത്. എൻ്റെ അസാധാരണമായിരിക്കുന്ന പെരുമാറ്റങ്ങളിൽ ഒന്നും തന്നെ യാതൊരു തരത്തിലുള്ള ഇഷ്ടക്കേടും അങ്ങ് കാണിച്ചിട്ടില്ല. മാത്രമല്ല എല്ലാ സന്തോഷത്തോടെ തന്നെ അങ്ങ് അത് സഹിച്ചു, അല്ലെ? എല്ലാം സഹിക്കുകയും ചെയ്തു. ബ്രഹ്മക്ഷത്ര വിരോധം മൂലം കുലസംഘരം ഉണ്ടാകുമെന്നറിഞ്ഞ് കുശിക വംശത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. പക്ഷേ ഇന്ദ്രിയ മനോജയം സാധിച്ച അങ്ങയുടെ പെരുമാറ്റം, അതായത് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ സാധിച്ച അങ്ങയുടെ പെരുമാറ്റം മൂലം എന്റെ അഭിപ്രായം മുഴുവൻ മാറിപ്പോയി. അല്ലയോ രാജസത്തമ, രാജാവിനെ വിളിക്കുകയാണ്, രാജസത്തമ, അങ്ങ് എന്നെ ഭക്തിപൂർവ്വം ആരാധിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്തത് മൂലം അങ്ങയുടെ പാപങ്ങളെല്ലാം നശിച്ചിരിക്കുകയാണ്. അപ്പോ എന്ത് പ്രസന്നമായിരിക്കുന്ന എന്ത് വരം വേണമെങ്കിലും അങ്ങ് എന്നോട് ചോദിക്കൂ എന്ന് പറഞ്ഞു. അങ്ങയുടെ ഇഷ്ടം സാധിപ്പിച്ചു തരാൻ ഞാൻ ഇവിടെ തയ്യാറായി നിൽക്കാണ്. ഉടലോടെ സ്വർഗത്തിൽ എത്തിയ കാഴ്ചയും എല്ലാം ഞാൻ കാണിച്ചു തന്നില്ലേ, ഇനി അങ്ങേക്ക് വേണ്ട ആ ഒരു അനുഗ്രഹം എന്നോട് ചോദിക്കൂ എന്ന് പറഞ്ഞു. ബ്രാഹ്മണ്യം ആഗ്രഹിച്ചിരുന്ന രാജാവ് എന്ത് ചെയ്തു, അദ്ദേഹം ചോദിച്ചു, എന്റെ കുലം ബ്രാഹ്മണ കുലമായി മാറണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് ബ്രാഹ്മണത്വം വലിയ ഇഷ്ടമാണ്, അപ്പോ എന്റെ കുലം ബ്രാഹ്മണ കുലമായിട്ട് മാറണം എന്ന് പറഞ്ഞു. അപ്പൊ മഹർഷി പറഞ്ഞു, ബ്രാഹ്മണ്യം വളരെ ദുർലഭമായിട്ടുള്ള ഒരു കാര്യമാണ്. എങ്കിലും ഭവാന്റെ ഈ ആഗ്രഹം ഉടനെ തന്നെ സാധിക്കും. 3ാം തലമുറയായി പിറക്കുന്ന കൗശികൻ ഒരു ബ്രാഹ്മണനായിരിക്കും. അങ്ങനെ ഭവാൻ ബ്രാഹ്മണ വംശത്തിന്റെ നായകനായി മാറും എന്ന് പറഞ്ഞു. സാരില്ല, ലേറ്റ് ആയി പോയൊരു സാരില്ല, അതെങ്ങനെയെന്നും ഒക്കെ ഞാൻ പറഞ്ഞു തരാന്ന് പറഞ്ഞു. അങ്ങനെ ഭൃഗുക്കളും ക്ഷത്രിയന്മാരും തമ്മില് ദൈവത്തിന്റെ ഇഷ്ടം കൊണ്ട് വൈരമുണ്ടാവും എന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? പിന്നീട് ക്ഷത്രിയന്മാരെല്ലാം ഭൃഗുക്കളെ എല്ലാം ക്ഷത്രിയന്മാര് കൊന്നൊടുക്കി കളയും. അതിനുശേഷം ഭൃഗുവംശത്തിൽ കുലവർദ്ധനവിന് വേണ്ടിയിട്ട് ഔർവൻ എന്ന് പറയുന്ന ഒരു മുനി ഉണ്ടാവും. ഔർവൻ എന്ന് പറയുന്ന ഒരു മുനി ഉണ്ടാവും. അദ്ദേഹത്തിന്റെ ദേഷ്യം എല്ലാത്തിനെയും ചുട്ടു ചാമ്പലാക്കും. ലോകനാശകനായിരിക്കുന്ന ആ അഗ്നിയെ
ഔർവൻ കടലിൽ നിക്ഷേപിക്കുന്നു പറഞ്ഞു. പിന്നീട് ഋജികൻ എന്ന് പറയുന്ന ഒരു മകൻ വരും. എല്ലാ വിദ്യകളിലും അവൻ നല്ല സാമർഥ്യമുള്ളവനായിരിക്കും. അവന്റെ ആ വിദ്യകളെല്ലാം തന്നെ സ്വന്തം മകനായിരിക്കുന്ന ജമദഗ്നിയിൽ നിക്ഷേപിക്കുന്നു പറഞ്ഞു. ജമദഗ്നി കുഷിക വംശത്തിലെ ഘാതിയുടെ മകളെ കല്യാണം കഴിക്കും. അതുപോലെ തന്നെ ഘാതിയുടെ മകനാണ് ക്ഷത്രധർമ്മവനാണെങ്കിലും, അതായത് ക്ഷത്രിയ ധർമ്മത്തിൽ ജീവിക്കുന്നവനാണെങ്കിലും ബ്രാഹ്മണരുടെ കർമ്മം ചെയ്യുന്ന വിശ്വാമിത്രൻ മഹാതപസ്യായ ഒരു ബ്രഹ്മർഷിയായി മാറും. ഭൃഗുക്കൾക്കും സംബന്ധിയായി തീരുന്ന ഭഗവാന്റെ വംശം ബ്രഹ്മവംശമായി മാറും. ഇതൊക്കെ അങ്ങയുടെ കുലത്തിൽ നടക്കും. അങ്ങനെ ബ്രഹ്മവംശമായി മാറും. അങ്ങയുടെ ആഗ്രഹമെല്ലാം സാധിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ച്യവനന്റെ അനുഗ്രഹം കൊണ്ട് കൗശികൻ സന്തോഷത്തോടുകൂടി, വളരെയധികം സന്തോഷത്തോടു കൂടി അദ്ദേഹത്തിനോട് നന്ദി പറഞ്ഞു. അങ്ങനെയാണ് രാമന്റെയും വിശ്വാമിത്രന്റെയും ജന്മവും ധർമ്മവേദികരവും ഉണ്ടാവുന്നത്. മനസ്സിലായോ? അതിനി കുറച്ചും കൂടി ഭഗവാന് കത്തിച്ച വിളക്ക് കാണുന്നില്ല. കണ്ടോ? ഇനി നമുക്ക് കഴിഞ്ഞ കർക്കിടകത്തിൽ എനിക്ക് തോന്നുന്നു രാമായണം ക്ലാസ് കൊണ്ട് ഒരു തല്ലുകൂട്ടായിരുന്നു നമ്മുടെ ഏതില് ഫേസ്ബുക്കിൽ അല്ലേ? രാമായണം മുട്ടിയിട്ട് നടക്കാൻ വയ്യായിരുന്നു. അപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എടുത്തത് ഹനുമത് ചരിതമായിരുന്നു. അപ്പം അതിനോട് ഈക്വലായിട്ട് പിന്നെ ഉത്തര രാമായണമൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനോട് തുല്യമായിട്ട് ഇനി ഈ രാമായണ മാസം നമുക്കൊരു പ്രത്യേകമായിട്ട് എന്തെങ്കിലും സബ്ജക്റ്റ് എടുക്കണം. ഇനി മഹാഭാരതം ഓൾമോസ്റ്റ് കഴിയാറായിട്ടുണ്ട്. ഇനി കുറച്ച്, എനിക്ക് തോന്നുന്നു 1-2 പർവ്വം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ അത് കഴിയും. ഗീതയും ഏകദേശം നമുക്കൊരു 5-6 മാസം കൊണ്ട് കഴിയും. അപ്പോൾ ചൈതന്യ ചരിതാമൃതം തുടങ്ങണം. ഭാഗവതം 18 വോളിയൂംസ് നമുക്ക് ഭാഗവതത്തിലുണ്ട്. ഭാഗവതം എടുക്കണം. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവരും സന്തോഷമായിരിക്കുക, സമാധാനമായിരിക്കുക, പ്രാർത്ഥിക്കുക, ജപിക്കുക, വായിക്കുക. സമയം 10:30 മണിയായി. നേരത്തെ പോയി കിടന്നുറങ്ങുക. ഇനി ആരെങ്കിലും വിളിക്കാനുണ്ടെങ്കിൽ നാളെ വിളിക്കാം. നല്ല ഉറക്കം വരുന്നുണ്ട് എനിക്ക്. ഓക്കെ, അപ്പം നാളെ കാണാം. സന്തോഷത്തോടെ ഇരിക്കുക. റെഡി? ഹാപ്പി അല്ലേ? കുറച്ച് ലേറ്റ് ആയിപ്പോയി. അപ്പം അതുകൊണ്ടാണ് ഞാൻ ക്ലാസ് എടുക്കാനും കുറച്ച് ലേറ്റ് ആയത്. നാളെ നമുക്ക് നേരത്തെ ക്ലാസ് എടുക്കാം കേട്ടോ. നാളെ ശനിയാഴ്ച അല്ലേ? നാളെ നമുക്ക് ദേവി മഹാത്മ്യം എടുക്കാം. ഇന്നിപ്പം ഞാനൊന്ന് ഇടയ്ക്ക് ജസ്റ്റ് കുറേ ആയില്ലേ മഹാഭാരതം എടുത്തിട്ട് ഓർത്തിട്ട് ഒന്ന് മഹാഭാരതം എടുത്തതാണ്. നാളെ നമുക്ക് എന്തെടുക്കാം? ദേവി മഹാത്മ്യം എടുക്കാം. ആർക്കെങ്കിലും വിളിക്കാനുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ഒരു 12 മണിക്ക് ശേഷം വിളിച്ചു. ഓക്കെ. हरे कृष्णा. सर्वम कृष्णार्पणमस्तु. प्रभुपाद की जय. गुरु महाराज की जय. राधा पवन प्रियशन की जय. ओम श्री मात्रേ നമഃ. പോ സുധി, സുനാമി വന്നില്ലേ കാണാൻ. സുധി എന്നാ കടൽക്കരയിലാണോ താമസിക്കണേ? പോ, സുനാമി ഒന്നും വരത്തില്ല. സ്വസ്ഥമായി പോയി കിടന്നുറങ്ങ. സുധി സുനാമിയെ പേടിച്ച് ഉറങ്ങാതിരിക്കാൻ തോന്നുന്നുണ്ട്. അയ്യോ, സുനാമി വന്ന് എന്നെ കൊണ്ടുപോകും. പരപ്പുറത്ത് കയറി ഇരിക്കുകയാണോ സുധി പേടിച്ചിട്ട്? മെസ്സേജ് നോക്കാം. ഓക്കെ, തീർച്ചയായിട്ടും മെസ്സേജ് നോക്കാം. ഉറപ്പായിട്ടും നോക്കാം. കുറേ മെസ്സേജുകൾ നോക്കി വരുന്നുണ്ട്. അഥവാ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ മെസ്സേജ് ഇട്ട് വെക്കും, ഞാൻ നോക്കിക്കോളാം. ഓക്കെ, ഉറപ്പായിട്ടും. ത്രിവേണിയമ്മ, എൻ്റെ കണ്ണിങ്ങനെ അടഞ്ഞു പോകും ഉറക്കം വന്നിട്ട്. കാരണം രാവിലെയൊക്കെ കുറേ മെസ്സേജ് നോക്കലും അതും ഇതൊക്കെയായിരുന്നു. അതുകൊണ്ടാണ്. ഓക്കെ, ഹരേ കൃഷ്ണ. അപ്പം നമുക്ക് വീണ്ടും നാളെ കാണാം. നമസ്തേ.